അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടി മാത്രം വന്നതാണ്. അതുകൊണ്ട് പുറത്തു നിൽക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ഹോളിലേക്ക് പ്രവേശിക്കണം. അദ്ദേഹം നമ്മോട് രണ്ടു വാക്ക് സംസാരിച്ച് ഉടനെ പോകേണ്ടതായിട്ടുണ്ട്. പുറത്തു നിൽക്കുന്നവരെല്ലാവരും ഈ ഫ്രണ്ട് വശത്തേക്ക് കയറിയിരിക്കും. ഇതെല്ലാം ഇങ്ങോട്ട് കയറിയിരിക്കും. ഇവിടെ ക്യാപിറ്റൽ എല്ലാവരും ഇങ്ങോട്ട് കയറിയിരിക്കും. എല്ലാവരും ഇങ്ങോട്ട് കയറിയിരിക്കും. ഇങ്ങോട്ട് കയറിയില്ല. നമ്മുടെ ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ എത്രയും വേഗത്തിൽ പോകേണ്ടതുള്ളതുകൊണ്ട് രണ്ടു വാക്ക് നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് എല്ലാവരും ഇങ്ങോട്ട് കയറിയിരിക്കണം. ഇവിടെ ക്യാപിറ്റൽ അങ്ങോട്ട് കയറിയില്ലേ? അങ്ങോട്ട് പോവാം. മുമ്പോട്ടോ രണ്ടു വശത്തേക്ക് കയറിയിരിക്കണ്ടേ? ചേട്ടനും കാണത്തില്ല. ചേട്ടനും പുറത്തു നിന്ന് നല്ലതായിട്ട് പള്ളിക്കൂടത്തേക്ക് പ്രവേശിക്കുന്നോ ഇവിടെ ആളിലേക്ക് പ്രവേശിക്കാൻ ഓർമ്മിക്കുക. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ നിൽക്കുന്നവർ ആളിലേക്ക് പ്രവേശിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിറഞ്ഞ വികടേശന നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അതിഥിയായ കോൺഗ്രസിലെ മൊബൈൽ പ്രസിഡന്റ് മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സിസ്റ്റേഴ്സ്, വികാരന്മാർ എന്നിവരായ ഇടവകാംഗങ്ങളെ, ക്രൈസ്തവ സമുദായ ശാക്തീകരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് മിനിസ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ അല്പം സമയത്തിന് നമ്മുടെ റാലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വന്നു. അതിനാൽ അദ്ദേഹത്തിന് അടുത്ത പരിപാടി തൊട്ട് അടുത്ത് തന്നെ സമയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് സമ്മേളനമല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനും ഉദ്ഘാടനത്തിനും മാത്രമായിട്ട് ഈ ഒരു സമയം നമ്മൾ വിനിയോഗിക്കുന്നത്. റോഷാറിനെ കുറിച്ച് നമുക്കറിയാം. ക്രൈസ്തവ സമുദായ ഈ ശാക്തീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഇന്ന് കേരളത്തിന് നമ്മുടെ സമുദായത്തിൽ നിന്ന് അർഹതപ്പെട്ട ഒരു മന്ത്രിയുണ്ട് എങ്കിൽ അത് റോഷി സാർ തന്നെയാണ്. റോഷി സാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അദ്ദേഹം കൃത്യമായിട്ട് ഒരു കത്തോലിക്ക വിശ്വാസത്തിന്റെ എല്ലാ പവിത്രതയും കീപ്പ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. KCYM-ലൂടെ അദ്ദേഹം വേദപാഠത്തിന് ശേഷം സഭയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ KCYM-ലൂടെ പ്രവർത്തിച്ച് ആ KCYM-ൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന് ആ രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇന്നും നിറശോഭയായിട്ട് കേരളത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്തെല്ലാം തിരക്കുകളുണ്ടെങ്കിലും നമുക്കറിയാം, അദ്ദേഹം 50 നോയമ്പില് ചക്കാമ്പുഴയിൽ നിന്ന് നടന്ന് മലയാറ്റൂർക്ക് പോകുന്ന ഒരു മിനിസ്റ്ററാണ്. അദ്ദേഹം MLA ആയിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും എല്ലാ വർഷവും മുടങ്ങാതെ അത് നടത്തുന്ന ആളാണ്. കത്തോലിക്ക സഭയുടെ ഏത് ആവശ്യമുണ്ടെങ്കിലും, കത്തോലിക്ക സഭയുടെ മാത്രമല്ല നമ്മുടെ സമുദായത്തിന്റെ ഏത് പ്രോഗ്രാമുകൾക്ക് നമ്മൾ വിളിച്ചാലും യാതൊരു മടി കൂടാതെ മറ്റെല്ലാ പ്രോഗ്രാമുകളും മാറ്റി നിർത്തി ഇവിടെ എത്തുന്ന, എവിടെയും എത്തുന്ന നമ്മുടെ മിനിസ്റ്ററാണ്. നമുക്ക് അഭിമാനത്തോടെ നമ്മുടെ സമുദായത്തിന്റെ ഒരു മിനിസ്റ്റർ എന്ന ചങ്കിൽ തൊട്ട് പറയാൻ പറ്റുന്ന ഒരു മിനിസ്റ്റർ നമ്മുടെ റോഷി സാറ്. ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരില്, ഞങ്ങളുടെ കടവക സമൂഹം മുഴുവൻ പേരില് റോഷി സാറിനെ ഈ വേദിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. റോഷി സാറിന്റെ പ്രസംഗത്തിന് വേണ്ടി ഞങ്ങൾ കാതോർക്കുന്നു. റോഷി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ വികാരിയച്ച പാടത്തോട്ടം കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവിനെ കുറിച്ച് പറയുകയും പ്രിയപ്പെട്ട ഡോക്ടർ ജോസഫ് കരിമറ്റം, ഫാദർ ജോൺസൺ, പ്രിയപ്പെട്ട ശ്രീ എഡ്വിൻ,
സ്വീകരിച്ചു. ഏറെ സന്തോഷദായകമായ ഒരു നിമിഷമാണ്. ഇന്ന ദിവസം ലോകരക്ഷകനായ ഈശോയുടെ മനുഷ്യാവതാരത്തിന് 2025 മഹാജൂബിലി ലോകത്തെമ്പാടും ആഘോഷങ്ങൾ അരങ്ങേറുന്ന സമയത്താണ് പരിശുദ്ധ മാതാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കുട്ടത്ത ദേവാലയത്തില് നടന്ന ഈ ജൂബിലി ആഘോഷം, അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമുദായ ശാക്തീകരണ സമ്മേളനം ഏറെ ശ്ലാഘനീയമായ പ്രവൃത്തിയാണ്. ലോകത്തെ എല്ലാ വിഭാഗം ആൾക്കാരെയും പ്രത്യാശയിലേക്ക് നയിച്ചുകൊണ്ടും ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് 2024 ജൂൺ മാസം ഫ്രാൻസിസ് പാപ്പ മഹാജൂബിലി വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകജനതയെ അഭിസംബോധന ചെയ്തു. നമ്മുടെ ലോകത്തിന്റെ ഘടനയനുസരിച്ച് അതോടൊപ്പം മാറി വരുന്ന സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് സമകാലിക സഭയുടെയും കൂടി വിഷയ പുസ്തകങ്ങളെല്ലാം പഠിക്കുവാനും അവലോകനം ചെയ്യാനും അതോടൊപ്പം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഉള്ള നിർദ്ദേശത്തോട് കൂടിയിട്ടാണ് പ്രത്യാശയിൽ അടിയുറയ്ക്കുവാൻ ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിച്ചത്. അത് ജീവിത നവീകരണത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആ പ്രത്യാശയുടെ പക്കൽ നിലനിൽക്കുവാൻ സാധിക്കത്തക്ക ക്രൈസ്തവ മൂല്യം വീണ്ടെടുക്കുവാൻ കഴിയുന്നതിലൂടെയാണ് ഇന്ന് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് കരുതലോടുകൂടി എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പരിശുദ്ധ മാതാവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒട്ടേറെ ഭക്തരും കൂടി നോമ്പെടുത്ത് വിശ്വാസ തീക്ഷ്ണതയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് വലിയ ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണെന്നുള്ള തിരിച്ചറിവിരിക്കുന്നുണ്ട്. എനിക്ക് വളരെ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കേണ്ടി വന്നു. ഞാൻ അച്ഛനെ കണ്ട നേരത്തെ വന്ന് പറഞ്ഞു പോയാലെന്ന് ആലോചിച്ചു. എങ്കിലും തീക്ഷ്ണമായ വിശ്വാസത്തിലുള്ള ഈ ജൂബിലിയും ഈ യാത്രയും എല്ലാം പങ്കെടുത്തവരെ കാണുക എന്നുള്ളത് അതിലേറെ പ്രാധാന്യമുള്ളൊരു കാര്യമായി ഞാൻ ചിന്തിച്ചു. യേശുക്രിസ്തുവിനുള്ള അടിസ്ഥാന വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ നമുക്ക് പ്രേരണ തരുന്നത്, പ്രത്യാശ നൽകുന്നത് അവിടെയാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, നിത്യരക്ഷയിലേക്കുള്ള ജീവിതമാണ്. യേശുവാണ് നിത്യരക്ഷ എന്നുള്ള ആ തിരുവെഴുത്ത് തീർച്ചയായിട്ടും സൂക്ഷിക്കുവാൻ കഴിയുന്ന ഒരു വചനം നമ്മളേവരെയും എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് സുവിശേഷവും വേണ്ടി വിശുദ്ധഗന്ധവും വേണ്ടി നിങ്ങൾ നടത്തിയ ഒരു ഘോഷയാത്ര. ഇത് സത്യത്തെ വലിയ ആഘോഷകരമായ ഒരു യാത്രയാണ്, സന്തോഷത്തിന്റെ ഒരു ദിനവുമാണ്. ജന്മദിനം എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതോടൊപ്പം പ്രിയപ്പെട്ടവരുടെ ജന്മദിനം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈശോയുടെ അമ്മ പരിശുദ്ധ അമ്മയുടെ ജന്മദിനാൾ അതുകൊണ്ട് തന്നെ വലിയ ആഡംബരമായി സന്തോഷത്തോടുകൂടി നമ്മൾ ആഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതും ചെറിയ കാര്യമില്ല. ഇതിനെല്ലാം പങ്കെടുത്തല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കട്ടെ. ജീവിത വിശുദ്ധിയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്റെ വിശ്വാസം കാത്തു സംരക്ഷിക്കാൻ നമ്മൾ പുറപ്പെടുമ്പോൾ മാത്രമാണ്. ഞാൻ കൃത്യമായി നോക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. MLA ആകുക, മന്ത്രിയാകുക, ഡോക്ടറാകുക, എഞ്ചിനീയറാകുക എന്നൊക്കെയുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സൗഭാഗ്യവും നിയോഗവും മാത്രമാണ്. ജീവിതാവസാനം വരെ കാത്തു സൂക്ഷിക്കേണ്ട പ്രബലമായ വിശ്വാസത്തിന്റെ തീക്ഷണതയിൽ രംഗത്ത് കഴിയുമ്പോൾ വ്യക്തിചിന്തകൾക്ക് അപ്പുറേ നമുക്ക് വിശ്വാസ ജീവിതത്തിന്റെ നവീകരണത്തിലൂടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നേടാൻ പറ്റും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പ്രത്യാശയുടെ ഊന്നുവഴികളായി നിങ്ങൾ ഓരോരുത്തരും ജീവിക്കണമെന്ന് പാപ്പ തന്നെ നമ്മൾ ഓർമ്മിപ്പിച്ചത്. കണ്ടുമുട്ടുന്നവരോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, സ്നേഹം ആവശ്യപ്പെടുന്നവരോട്, ദുഃഖിക്കുന്നവരോടൊക്കെ ചേർന്ന് നിൽക്കാൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മാർഗം കണ്ടെത്താൻ അവരോടൊപ്പം ചേരാൻ കഴിയുന്ന സമയം പ്രത്യാശയിൽ അവരെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഒരു ആയുധമായി നമുക്ക് സ്വീകരിക്കാം. അതിനൊക്കെ തയ്യാറായ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവിടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ പരിശുദ്ധ അറിയിത്തോർക്കുള്ള
ദേവമാരിയോടുള്ള ഭക്തി തീവ്രമായ ആഗ്രഹത്തോടു കൂടി വ്രതം പിടിക്കാൻ കഴിയുന്ന ഒരുത്തരും ജീവിതത്തിൽ വിഷമിക്കേണ്ടി വരില്ല എന്നുള്ളത് വസ്തുതാപരമായ ഒരു കാര്യം. ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താം. ഞാൻ ഒരിക്കലെ പാലക്കാട്ടിലെ ദൂരമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി 11 മണി സമയം എന്നോടൊപ്പം പോലീസുകാര് പാർട്ടിക്കാരും ഒക്കെ ഉണ്ട്. എന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റിനോട് അനുബന്ധമായിട്ടുള്ള സീറ്റിൽ ഒരാൾ കൂടി വന്ന് എന്നെ കൈകൂപ്പു എന്ന് പറഞ്ഞു, സാറേ എന്റെ കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുക. എന്താ വിഷയം? ഇങ്ങനെ ഭയങ്കര സ്നാപ്പിന് വലിയ പ്രശ്നമാണ്. ഇനി എന്റെ മോളെ കൊണ്ട് എനിക്ക് പോകാൻ ഒരിടവും എനിക്കില്ല. ഞാൻ ഏറെ കഷ്ടപ്പെടുന്നു. ഞാൻ ആ രോഗിയിൽ ആ കോച്ചിച്ച് നോക്കി. ആ കുട്ടി മാസ്ക് വെച്ച് കിടക്കുന്നു. അതിരൂക്ഷമായ വേദന കാരണം റൈസ് കട്ട മഞ്ഞിട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ ആ കുട്ടിക്ക് നല്ല വേദനയുണ്ട്. എങ്കിലും ആ പിതാവ് അടുത്തിരിക്കുമ്പോൾ ആ വേദന അറിയിക്കാതിരിക്കാൻ ആ കുട്ടി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ആ കുട്ടി MBBS പഠിക്കുന്ന 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പൊ ആ രാത്രി ലക്ഷം ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ ചെന്നാൽ എന്തെങ്കിലും രക്ഷിക്കുമെന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഞാൻ അവിടെ നിന്ന് ലക്ഷം ഹോസ്പിറ്റൽ PROയെ വിളിച്ച് അവർക്ക് ആവശ്യമായിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു. 11 രാത്രിയായി. ഞാൻ ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ഞാനിന്ന് ദേവമാരിയുണ്ട്, തന്നോടുള്ള ദേവമാരി. ഈ ദേവമാരി ഞാൻ കൈ പിടിച്ചോളാം. ഞാൻ ആ യാത്ര തിരിച്ചു. അവർ ആശുപത്രിയിൽ അറിയും. പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരുവനന്തപുരം ചെയ്തിട്ട് ഞാൻ അവരെ വിളിച്ച് ക്ഷേമമൊക്കെ അന്വേഷിച്ചു. ഓരോ ദിവസം തിരുവനന്തപുരം അവർ രക്ഷപ്പെട്ടു വരുന്നു. അവർ രക്ഷപ്രാപിച്ചു ചരിത്രം ആ ദേവമാരി ഊരി കൊടുക്കാൻ എനിക്കുണ്ടായ അനുഭവ സാക്ഷ്യം തീർച്ചയായിട്ടും ജീവിതത്തിലെ പ്രധാനപ്പെട്ടതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ക്രൈസ്തവ മൂല്യത്തിൽ അടിയുറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ജീവിത മൂല്യങ്ങളുടെ സാധാരണമായി നമ്മൾ കാണാൻ അപ്പുറത്തുള്ള വിശ്വാസം പ്രഘോഷിക്കുവാനും ഏറ്റു പറയാനും ആവർത്തിച്ചു പറയാനും നമ്മൾ പഠിക്കാൻ പാടില്ല. നടന്ന കാര്യങ്ങൾ സത്യമെങ്കിൽ അത് ആവർത്തിച്ചു പറയുവാൻ, ഈശോയെ പ്രഘോഷിക്കുവാൻ, ദൈവജനത്തിന് പകർന്നു കൊടുക്കാൻ, ഈശ്വരത്തെ ജീവിക്കുവാൻ, അതാണ് പ്രത്യാശയുടെ തീരം. ആ തീരത്തേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ടുതരാം. അതിലെ മുട്ടത്ത് ഇന്ന് ഈ ഇടവകയിലെ മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് നേതൃത്വത്തിൽ ഒരുമിച്ച് ചേർന്ന ഘട്ടത്തിലുള്ള വലിയ സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ രാജി ഉൾപ്പെടെ സ്നേഹനിറഞ്ഞ അച്ഛന് ഇന്നിവിടെ പ്രഘോഷപ്പെടുത്തുന്ന ശ്രീ ജോസഫ് പ്രൈവറ്റ് ഉൾപ്പെടെ രീതിയിലുണ്ട്. ഏവരുടെയും സാന്നിധ്യത്തിൽ എപ്പോൾ തിരക്കൊടുത്തുകൊണ്ട് പോകാനാഗ്രഹം നമ്മൾ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഏവരോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് സ്വീകരിക്കട്ടെ. നന്ദി, നമസ്കാരം. സ്വാഗത പ്രസംഗത്തിനായി ശ്രീ എഡ്വിൻ പാമ്പാറെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആദരണീയനായ ഗാനിയച്ചൻ തോണച്ച, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ജലസേചന വകുപ്പ് മന്ത്രി റോഷി ഹസിസാറെ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ആദരണീയനായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ഇവാഞ്ചലൈസേഷൻ പാലാരൂപതയുടെ ആദരണീയനായ ഡയറക്ടർ അരിമറ്റത്തിലച്ച, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന കൊച്ചച്ചൻ ജോൺസൺ അച്ച, മാതൃവേദിയുടെ പ്രസിഡന്റ് ശ്രീമ ടീച്ചർ,
കുടുംബ കൂട്ടായ്മ ഇടപെടൽ പ്രസിഡന്റ് ജിമ്മി വാക്കുഴിയും മറ്റ് ഇവിടെ എത്തിയിരിക്കുന്ന ആദരണീയരായ സിസ്റ്റേഴ്സ്, കുടുംബ കൂട്ടായ്മ ഭാരവാഹികളെ, ഏകാരന്മാരെ, മറ്റ് നല്ലവരായ ഇടപെടലുകളെ, ഈശോ മിശിഹായുടെ നിശാവതാരത്തിന്റെ 2025 മഹാജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ വലിയ ഒരു റാലിക്ക് ശേഷമാണ് ക്രൈസ്തവ സമുദായ ശാക്തീകരണ സമ്മേളനത്തിന് ഇവിടെ കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസക്കാലം നമ്മുടെ കർത്താവിന്റെ 2025 ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന്റെ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയായിരുന്നു. എല്ലാ വീടുകളിലും ഒരുക്കങ്ങൾ നടന്നു, എല്ലാ വാർഡുകളിലും ഒരുക്കങ്ങൾ നടന്നു, എല്ലാ സ്കൂളുകളിലും ഒരുക്കങ്ങൾ നടന്നു. ആ ഒരുക്കങ്ങളുടെയൊക്കെ അവസാനത്തെ ഫലമാണ് അല്പം മുമ്പ് നമ്മൾ ഈ മുട്ടം നഗരത്തിൽ നമ്മുടെ കർത്താവിന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നടത്തിയത്. വലിയ വിജയപ്രദമായിട്ട് നമുക്ക് അത് നടത്തുവാൻ സാധിച്ചു. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന, വേദിയിലിരിക്കുന്ന ഇവിടെയുള്ള എല്ലാവർക്കും കൃത്യമായ നന്ദി ഈ സമയത്ത് നേരുന്നു. നമുക്കറിയാം, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുന്നിൽ ഞാനും ഏറ്റുപറയുമെന്നാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നടത്തിയത് നമ്മുടെ വിശ്വാസ പ്രഘോഷണമാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയുക ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മുദ്രാവാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഓരോ വാക്കുകളിലും കർത്താവിന്റെ വിശ്വാസം, കർത്താവിനോടുള്ള വിശ്വാസം നമ്മൾ ഓരോ വാക്കുകളിലും ഏറ്റുപറയുക ചെയ്തത്. അത് കൃത്യമായിട്ട് അത് തന്നെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അത് ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കാൻ സാധിച്ചു. നമുക്കറിയാം, നമ്മുടെ ഇടവകയില് നമ്മുടെ ജോണച്ചൻ ചാർജേറ്റതിന് ശേഷം നമ്മൾ ഈ അടുത്ത കാലത്ത് നടത്തിയ പരിപാടികളെല്ലാം വളരെ വ്യത്യസ്തമാണ്. നമ്മള് സമുദായത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടിയും ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഈ മഹാജൂബിലിയോടനുബന്ധിച്ച് ഈ സമയത്ത് ഒരു ക്രൈസ്തവ സമുദായ ശക്തീകരണ സമ്മേളനം കൂടി നമ്മൾ വെക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ തകർന്ന ക്രിസ്ത്യാനിറ്റി മാറി നിൽക്കാൻ സാഹചര്യമുള്ള മാറി നിൽക്കുന്ന രാജ്യങ്ങളിൽ കൂടെ പഠിച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. യൂറോപ്പിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. യൂറോപ്പിനെ സംബന്ധിച്ച് ഒരു കാലത്ത് വിശ്വാസത്തിന്റെ ഈറ്റില്ലമായിരുന്നു. പിന്നീട് വിശ്വാസം മാറി, അത് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു തലമുറ പ്രൊട്ടസ്റ്റന്റുകളായി മാറി. ആ പ്രൊട്ടസ്റ്റന്റുകളിൽ നിന്ന് പെന്തക്കോസ്റ്റ് ഭാഗത്തേക്ക് മാറി. ആ പെന്തക്കോസ്റ്റ് ഭാഗത്തിൽ നിന്ന് അത് ശിഥിലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. നമുക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് സമുദായവും വിശ്വാസവും ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിനൊപ്പം നമുക്ക് ഇനിയും വരും തലമുറകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും ഇസ്രായേൽ ഹമാസ് യുദ്ധങ്ങളൊക്കെ കാണാറുണ്ട്. നമ്മൾ ഓർക്കും, ഈ ഒരു കൊച്ചു രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യം ലോകത്തെ നിയന്ത്രിക്കുകയാണ്. കേരളത്തിന്റെ വലുപ്പം പോലുമില്ലാത്ത ഒരു കൊച്ചു രാജ്യമാണ്, 1 കോടി താഴെ ആളുകളുള്ള ഒരു കൊച്ചു രാജ്യമാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം ഭയക്കുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ ലോകം അനുസരിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക പോലുമല്ല, അത് ഇസ്രായേലാണ്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി ആക്രമണം നടത്തി. ഈ ഇസ്രായേൽ കയറിക്ക് ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേൽ തിരിച്ചടിക്കുന്നൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇസ്രായേലിന്റെ ചരിത്രം പഠിച്ചതിന് ശേഷം അവര് പറഞ്ഞ വാക്കുകളുണ്ട്. ഈ ഹമാസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയതിനു ശേഷം ഓരോ ഇസ്രായേലിയരും പറഞ്ഞത്, ഞങ്ങൾ ദൈവത്തോട് എവിടെയോ തെറ്റ് ചെയ്തു, അതിന് ദൈവം ഞങ്ങളെ ശിക്ഷിച്ചതാണ് എന്നാണ്. കാരണം ഇസ്രായേലിന്റെ ചരിത്രം നമുക്കറിയാം. ഇസ്രായേല് തെറ്റുകൾ ചെയ്തു, ആ തെറ്റുകൾക്ക് ശിക്ഷ കൊടുത്തു. ആ ശിക്ഷകൾ എല്ലാം അടിമത്തമായിരുന്നു. അതിനുശേഷമാണ് 1947 ഇസ്രായേൽ എന്ന രാജ്യം തിരിച്ചു വരുന്നത്. അതിൽ നിന്ന് അവര് പാഠം പഠിച്ചു. അവര് വിശ്വാസത്തിന് കുറച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വലിയ ആഴത്തിലുള്ളതാണ്. നമ്മളെ പോലെയല്ല. അവരുടെ വാതിൽക്കല് തോറ, നമ്മുടെ പഴയ നിയമത്തിന്റെ പ്രധാന ഭാഗങ്ങൾ മൊത്തം കൊണ്ടേണ്ടി ഈ തോറയിൽ തൊട്ട് ബന്ധിച്ചാണ് അവരെ അകത്തേക്ക് കയറുന്നത്. അവര് ഈ തോറയില് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് ബന്ധിച്ചാണ്, ബാക്കി ബൈബിളിൽ തൊട്ട് ബന്ധിച്ചാണ്. അവർക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. അവര് പാഠങ്ങൾ പഠിച്ചാവുന്നത്. ആ ഒരു വിശ്വാസത്തെ നിലനിർത്താനാണ് നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യൂറോപ്പിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ ഏറ്റുപറയാനുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് മഹാജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ കർത്താവിന്റെ 2025 പിറന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ സമൂഹത്തില്, നമ്മുടെ തെരുവില് വിശ്വാസം ഏറ്റുപറഞ്ഞ് ഇറങ്ങിയത്. അത് നല്ല രീതിയിൽ നമുക്ക് പ്രഘോഷിക്കുവാൻ സാധിച്ചു. ഈ ക്രൈസ്തവ സമുദായ ശാക്തീകരണ സമ്മേളനത്തോട് നമ്മൾ വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ആളുകളാണ് ഇവിടെ എത്തിയത്. നമുക്കറിയാം, റോഷികസ് അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം പറഞ്ഞ് നന്ദി പറഞ്ഞ് പോയതാണ്.
ഇനി നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന രാജീവ് കൊച്ചുപറമ്പില് പോലുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും ഒരു ക്രൈസ്തവ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻകരുതലോടെ എടുക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുവാൻ ശേഷിയുള്ള ആളുകളാണ്. നമ്മുടെ ഈ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ആദരണീയനായ വികാരിയച്ഛനാണ്. നമുക്കറിയാം, കഴിഞ്ഞ 4.5 വർഷം എന്ന് പറയുന്നത് ശിവഗിരി ഇടവകയെ സംബന്ധിച്ച് അതിന്റെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട 4.5 വർഷങ്ങളാണ്. അത് ഞാനിവിടെ നിന്ന് പറയേണ്ട ആവശ്യമില്ല. ശിവഗിരി ഇടവകയിലെ 450 പരം കുടുംബങ്ങൾക്കും കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യമാണ്. നമ്മളിവിടെ നടത്തിയിരിക്കുന്ന പരിപാടികൾ, നമ്മളിവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം വിശ്വാസത്തിലൂടെയാണ്. 2 തവണ തുടർച്ചയായിട്ട് പാലാരൂപതയില് കുടുംബ കൂട്ടായ്മയില് നമുക്ക് 1ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു. മാതൃവേദിയില് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് രൂപതയില് 1ാം സ്ഥാനം എത്താൻ സാധിച്ചു. രൂപത ഇടവകയിലെ ഓരോ ചലനങ്ങളും കൃത്യമായിട്ട് ഇടവക തലത്തില്, വാർഡ് തലത്തില്, കുടുംബ തലത്തില് കൃത്യമായിട്ട് അച്ഛന് നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ 2 മാസങ്ങള് ഇന്നലെ വരെ ഇവിടെ മഴയായിരുന്നു. ഇന്നലെ വൈകിട്ട് ഞങ്ങൾ അച്ഛന്റെ അടുത്ത് ഇരുന്നപ്പോ പോലും പറഞ്ഞു, നാളെ അച്ഛ വല്ലതും സംഭവിക്കുക. അച്ഛൻ പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല, ഇതുവരെ നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, പിന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ വലിയ ഒരു പരിപാലനയുടെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ കൂടിയാണ്. തീർച്ചയായിട്ടും നോണച്ചന്റെ കൈ എന്ന് പറയുന്നത് അത്രയും വിശുദ്ധമായിട്ട് ആവുള്ള ആണ്. തീർച്ചയായിട്ടും അച്ഛനെ നമുക്ക് കിട്ടിയതിന് സത്യത്തിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അച്ഛന്റെ കഠിനമായിട്ടുള്ള ഉറക്കമില്ലാത്ത ദിവസങ്ങളുടെ ഫലമാണ് ഈ റാലിയും ഈ സമ്മേളനവും. തീർച്ചയായിട്ടും അച്ഛനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യപ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയിരിക്കുന്നത് രാജീവ് കൊച്ചുപറമ്പിലാണ്. രാജീവ് സാറിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സമുദായത്തിന് വേണ്ടി തന്റെ സമയത്തിന്റെ പൂർണ്ണ സമയവും മാറ്റിവെച്ചിരിക്കുന്ന ഒരു വ്യക്തി. ഈ സമുദായത്തിന് വേണ്ടി തന്റെ സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു രാത്രിയില്ല പകലില്ല എന്ന് മാറ്റിവെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സമുദായത്തെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി. അഭിവന്ദ്യ പിതാവ് എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, രാജീവിനെ പോലുള്ള ഒരു നേതൃത്വം നമ്മുടെ സമുദായത്തിന് എപ്പോഴും കരുത്തും ശക്തിയുമാണ്. പല വിഷയങ്ങൾ, എത്രയോ വിഷയങ്ങൾ, മൂവാറ്റുപുഴ കോളേജ് വിഷയങ്ങൾ, ഇതെല്ലാം മുമ്പിലോട്ട് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജീവ് സാറിന്റെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക കോൺഗ്രസ്സാണ്. മാനന്തവാടി സ്കൂളിന്റെ പ്രശ്നമുണ്ടായപ്പോൾ ആദ്യം ഇടപെട്ടത് കത്തോലിക്ക കോൺഗ്രസ്സാണ്. നമുക്കറിയാം, ചുഴൽമഴയില് ഉരുൾപൊട്ടി, തൊട്ടപ്പുറത്ത് മലബാർ നമ്മുടെ സ്ഥലങ്ങളിലും ഉരുൾപൊട്ടിയിരുന്നു. ആ സ്ഥലങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടു വന്നത് നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രാജീവ് സാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ്. തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസിനെ ധീരമായിട്ട് ഗ്ലോബൽ തലത്തിൽ മുന്നോട്ട് നയിക്കുന്ന രാജീവ് സാറ് പല രാജ്യങ്ങളിലാണ്, പല ദിവസങ്ങളിലും. ഇന്ന് ഞങ്ങൾ ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ബുക്ക് ചെയ്തിരുന്നു. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാരവാഹിയാകുന്നതിന് മുമ്പ് SBM പാലാരൂപതയുടെ പ്രസിഡന്റായിരുന്നു. ഞങ്ങളുടെയൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവായിരുന്നു. വളരെ സുപരിചിതനായിട്ടുള്ള ആളാണ് പാലാരൂപതക്കാർക്ക്. തീർച്ചയായിട്ടും രാജീവ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അനുഗ്രഹ പ്രഭാഷണത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവാഞ്ചലി സെഷൻ പാലാരൂപതയുടെ ഡയറക്ടർ അരിമറ്റത്തിലച്ഛനാണ്. വിശുദ്ധ കുർബാനയില് റോമില് ഡോക്ടറേറ്റ് എടുത്ത അപൂർവം വൈദികരില് ഒരാളാണ് അരിമറ്റത്തിലച്ഛന്. അദ്ദേഹം ഇവാഞ്ചലൈസേഷന്റെ ഇൻചാർജ്, കുടുംബ കൂട്ടായ്മയുടെ ഇൻചാർജ്, ഇങ്ങനെ വളരെ സജീവമായിട്ട് പാലാരൂപതയിലെ കുടുംബ കൂട്ടായ്മയും ഇവാഞ്ചലൈസേഷനെയും എല്ലാം മുന്നോട്ട് നയിക്കുന്ന ഒരു യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള മുഖമുള്ള ആളാണ്. അരിമറ്റത്തിലച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ശിവഗിരി ഇടവകയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ കൊച്ചച്ഛനാണ്. കൊച്ചച്ഛനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ നടക്കുന്ന ആളാണ് നമ്മുടെ കൊച്ചച്ഛൻ. ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് 100% ഒരു മണ്ണുവിട അങ്ങോട്ട് വ്യത്യാസമില്ലാതെ ചെയ്ത് തീർത്ത് വിജയിപ്പിച്ച് തരുന്ന ഒരു അച്ഛനാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഞങ്ങൾ സൺഡേ സ്കൂളിൽ ഞങ്ങളുടെ ഡയറക്ടറാണ്. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് സംസാരിച്ച് കൂടെ നിർത്തി പോകുന്ന അച്ഛനാണ് നമ്മുടെ കൊച്ചച്ഛൻ. അത് നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. കൊച്ചച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാതൃവേദിയുടെ പ്രസിഡന്റ് സീമ ടീച്ചർ ഇവിടെയുണ്ട്. മാതൃവേദിയെ കഴിഞ്ഞ വർഷങ്ങളിൽ ധീരമായിട്ട് നയിച്ച 1ാം സ്ഥാനത്തേക്ക് എത്താൻ സഹായിച്ച എക്സിക്യൂട്ടീവില് ഉള്ള ആളായിരുന്നു. സീമ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കുടുംബ കൂട്ടായ്മയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇടവകതല പ്രസിഡന്റായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ജിമ്മിച്ചേട്ടനാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബ കൂട്ടായ്മയെ എപ്പോഴും രൂപതയിലും നമ്മുടെ ഇടവകയിലും എല്ലാം ഉന്നതിയിൽ നിർത്തണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജിമ്മിച്ചേട്ടൻ. നേരത്തെ കൈക്കാരനായിരുന്നു. രാപകലില്ലാതെ ഇടവകയ്ക്ക് വേണ്ടി കൈക്കാരൻ സ്ഥലമൊക്കെ പോയാലും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മുടെ ഇടവകയുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മുടെ ജിമ്മിച്ചേട്ടൻ. തീർച്ചയായിട്ടും ജിമ്മിച്ചേട്ടന്റെ നേതൃത്വത്തിൽ ഇനിയും ധാരാളം സമ്മാനങ്ങൾ കുടുംബ കൂട്ടായ്മയ്ക്ക്, ഇടവകതല കുടുംബ കൂട്ടായ്മയ്ക്ക് ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ധീരമായി നയിക്കാൻ സാധിക്കട്ടെ. ജിമ്മിച്ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ 2 മഠത്തിലെ സിസ്റ്റേഴ്സ്, 2 മത സുപ്പീരിയർമാരെ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ഇവിടെയുണ്ട്. സിസ്റ്റേഴ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ഒരു വെയിലത്ത് പ്രായം പോലും പരിഗണിക്കാതെ ധൈര്യത്തോടെ നടന്ന പ്രായം ചെന്ന ആളുകളുള്ള സിസ്റ്റേഴ്സ് ഉൾപ്പെടെ ഇവിടെയുണ്ട്. അവരെ ഏറ്റവും സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൈക്കാരന്മാരിവിടെയുണ്ട്. നമ്മുടെ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളിലൂടെയുണ്ട്. നല്ല കുടുംബ കൂട്ടായ്മയായിട്ട് സഹകരിച്ച് മറ്റ് ഇടവകളിൽ നിന്ന് ബന്ധുക്കളായിട്ട് വന്നവര് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഇടവകാംഗങ്ങള് ഭൂരിഭാഗം ആളുകളുണ്ട്. കുറച്ചു പേരൊക്കെ ക്ഷീണം കൊണ്ട് പോയിട്ടുണ്ട്. ഇവിടെ എത്തിയ മുഴുവൻ ആളുകളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ജോണച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ജൂബിലി വയോടനുബന്ധിച്ച് നടത്തുന്ന ക്രൈസ്തവ സമുദായ ശക്തീകരണ സമ്മേളനത്തിന്റെ മുഖ്യ പ്രഭാഷകനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, നമ്മുടെ പാലാരൂപത ഇവാഞ്ചലൈസേഷന്റെ കുടുംബ കൂട്ടായ്മയുടെ ഒക്കെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റെടുത്തിരിക്കുന്നത്, നമുക്ക് വേണ്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അരിവെട്ടി കുറിച്ച, ബഹുമാനപ്പെട്ട കൊച്ചച്ച, ബഹുമാനപ്പെട്ട ജിമിച്ച, ശ്രീമതി സീമ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇത്രയേറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ നിൽക്കുക. ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രോഗ്രാമുകൾ വലിയ വിജയമാക്കി തീർക്കുവാൻ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിച്ചു. ഇന്നലെ നമ്മള് മാതാവിന്റെ രൂപവും അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാനയുമായി നമ്മുടെ ഇടവക മുഴുവനും ജീവികാരുടെ പ്രദർശനം നടത്തിയ അവിടെയില്ല. അങ്ങനെ ഇന്നലെ 2:30-3 മണി വരെ മഴയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മഴ പെയ്തേയില്ല. വളരെ എല്ലാവരും പോയവരെല്ലാവരും വളരെ നല്ല രീതിയിൽ സഹകരിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ എല്ലാവരും മനസ്സ് ഇന്നത്തെ റാലിയെ വിജയിപ്പിക്കാനായിട്ട് മുഴുവനാകാനായിട്ടുള്ള അതിന്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മനസ്സുണ്ടെങ്കിൽ പോലും ഓരോ സ്ഥലത്തും വളരെ നല്ല രീതിയിൽ ആളുകൾ അതിന് ആവശ്യമായ കുർബാനയെ സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് അതോടൊപ്പം തന്നെ പുഷ്പാർച്ചന നടത്തി എല്ലാം സ്വീകരിച്ചു. ഇന്നലെ വലിയൊരു ദൈവാനുഗ്രഹത്തിന്റെ ഒരു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന്റെ ഒരു അനുഭവം ഇന്നലെ നമുക്കറിയാം. ഇന്നലെ റാലിയുടെ സമയത്ത് മനസ്സിലാകുന്ന താഴേക്ക് ആ വലിയ കുത്തിറക്കത്തിൽ വെച്ച് നമ്മുടെ 2 സഹോദരങ്ങൾ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. അവിടുത്തെ ബൈക്ക് മറിഞ്ഞ് വലിയ ആക്സിഡന്റ് ആയി. അത് മറിഞ്ഞിട്ട് 2 പേരുടെയും തലയ്ക്ക് വലിയ ഇഞ്ചുറി, വലിയ മാർക്കറ്റാണ് ഇടിച്ചത്. പക്ഷേ അപകടകരമായിട്ടുള്ള നില ഇല്ലാതെ രക്ഷിച്ചു. 2 പേരും ആശുപത്രി, ഒന്ന് നമ്മുടെ അരുവന്റെ സിജു, അതുപോലെ കരുമാന്തരത്തില് കുതിച്ചാണ്. 2 പേരും ആത്മാർത്ഥമായി നമ്മുടെ ഈ റാലിയിലും ഇതിനെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എന്തായാലും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തെ നമുക്ക് കാണിച്ചു തന്നതാണ്. അത്രയും ഇറക്കത്ത് വന്ന് വണ്ടി മറിഞ്ഞ് വന്ന് തലയെന്ന് പാറക്കെട്ടിടിച്ചിട്ട് മുഖമെല്ലാം ഒത്തിരിയേറെ പരിക്കുണ്ട്. എങ്കിൽ പോലും ദൈവം അവരെ കാത്ത് സംരക്ഷിച്ചു എന്നുള്ളത് വലിയ നമുക്ക് നൽകുന്ന വലിയ സാക്ഷ്യമാണ്. ഇദ്ദേഹത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പം മെഡിസിറ്റിയിൽ ICUയിലാണ്.
അദ്ദേഹത്തിന്റെ തലയിൽ നല്ല ഇഞ്ചുറിയുണ്ട്, മുഖത്ത് കവളിലൂടെല്ലാം വലിയ മുട്ടലുണ്ട്. അതുപോലെ തന്നെ സിജുവിന്റെയും നെറ്റിയിലും അതുപോലെ കയ്യിലും വലിയ മുറിവുകളുണ്ട്. സിജു തിരുവനന്തപുരത്തിലെ സിജു ഇപ്പോൾ സെന്റ് മേരീസ് ഹോസ്പിറ്റലാണ്. അവരെ പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം, രാവിലെ നമുക്ക് ബലിയർപ്പിക്കാൻ വന്ന നമ്മുടെ പ്രിയപ്പെട്ട കാഞ്ഞിപ്പള്ളി രൂപതാംഗവും ഇപ്പോൾ വലിയ രൂപതയുടെ ആർച്ച് ബിഷപ്പുമായി ഔദ്യോഗികമായി നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ സെബാസ്റ്റ്യൻ മണിപ്പുരിക്കൽ പിതാവിനോട് ഇന്നത്തെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിതാവ് കെനിയയില് അവിടെ വെച്ച് തന്നെ പറഞ്ഞത് എനിക്ക് 2 പ്രോഗ്രാമുണ്ട്. നേരത്തെ ഏറ്റെടുത്ത 2 പ്രോഗ്രാം, എടപ്പാളത്തെ പ്രോഗ്രാമുണ്ട്. ഉച്ച കഴിഞ്ഞ് ഇടുക്കിയിലും പ്രോഗ്രാമുണ്ട്. എന്നാലും ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ 4 ആയപ്പോൾ അവിടെ എഴുന്നേറ്റ് കാക്കനാട് പുറപ്പെട്ടതാണ്. ഇന്നലെ തൃശ്ശൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവിടെ കൃത്യം 6:15 എത്തി നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചു, നമുക്ക് വേണ്ടി സന്ദേശം നൽകി. അതോടൊപ്പം തന്നെ നമ്മുടെ റാലി ഫ്ലാഗ് ഓഫ് ചെയ്ത് അദ്ദേഹം ആശീർവദിച്ചു. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ വീട്ടിൽ പങ്കെടുത്തപ്പോൾ നമ്മുടെ ബഹുമാന്യ മന്ത്രി അത് പറഞ്ഞു, നല്ല തിരക്കുണ്ട്, വരാൻ സാധിക്കുമെന്ന് അറിയില്ലെങ്കിലും ഞാൻ പ്രത്യേകമായി ഏതെങ്കിലും ഇത് വരാൻ പറ്റി വരും. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്നാണ് ഇവിടെ വന്നത്. അതേപോലെ തന്നെ പ്രോഗ്രാമുണ്ട്. എങ്കിലും ഇവിടെ വന്ന് തന്റെ സാന്നിധ്യം കൊണ്ട് നമ്മൾ സന്ദേശം നൽകി നമ്മളെ പ്രബുദ്ധരാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനായിട്ടുള്ള ശ്രീ രാജീവ് ചിവർമിലും ഏറെ ജോലി തിരക്കുണ്ട്. അവരെല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് കുർബാന നിർമ്മിച്ച് വളരെ മനോഹരമായ സന്ദേശം, പരിശുദ്ധമ്മയെ കുറിച്ചുള്ള സന്ദേശങ്ങളിൽ നമ്മളെല്ലാവരെയും അന്യമായി വളരെ ഉണർവുള്ളവരാക്കിയതാണ്. എന്നാലും ഇന്ന് ഞാൻ വീണ്ടും വരണം. നമ്മുടെ ഇടവലയത്തിലുള്ള പ്രഭുക്കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ആ മഹാജോലി നമ്മുടെ റാലിക്ക് ശേഷമുള്ള സമുദായ ശക്തീകരണ സമ്മേളനത്തില് ഒരു അനുഗ്രഹ പ്രഭാഷണം നൽകണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ നേരത്തെ തന്നെ ഇവിടെ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ വലിയ പരിപാലനയുടെ ഭാഗമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഇടവക സമൂഹം മുഴുവനും ഒരേ മനസ്സോടെ ഈ ഒരു ദൗത്യമായിട്ടിരിക്കുക. കാരണം ഈശോ മിശിഹായുടെ 2025 പിറവിയുടെ മഹാജൂബിലി ആഘോഷം നമ്മുടെ ഹൃദയത്തെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് ലഭിച്ച ഈ വിശ്വാസത്തിന്റെ ആ ശക്തി, ആ ദീപം നമ്മുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് പകർന്നു തന്ന ആ ദീപം ഇടാതെ കത്തി ജ്വലിപ്പിച്ച് വരുന്നതവർക്ക് നൽകാനായിട്ടുള്ള നമ്മുടെ പരിശ്രമത്തിന്റെ ഭാഗമാണ്. പിതാവിനെ സൂചിപ്പിച്ചതുപോലെ ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, അതിലുപരിയായിട്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കാൻ വേണ്ടി ഉതകുന്നതാണ്. മറ്റു സമുദായങ്ങൾക്ക് വലിയൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആത്മധൈര്യം നമ്മളിന്ന് നമ്മുടെ ക്രൈസ്തവ സമുദായത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് കൂടുമ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒറ്റപ്പെട്ട് പിന്തള്ളപ്പെട്ടു പോകുന്ന പല അനുഭവങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പല രംഗങ്ങളിലും നമ്മൾ തടയപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇടവക സമൂഹം മുഴുവനും ഈ മുട്ടം കവളിലൂടെ റാലിയായി പോയപ്പോൾ അതിന്റെ ആ ശക്തി, ആ പവർ മറ്റുള്ളവരെല്ലാവരും അത് മനസ്സിലാക്കണം. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ സമുദായത്തെ എന്ന് വെച്ചാൽ നമ്മുടെ സമുദായം എന്തിനു വേണ്ടി നിലകൊള്ളുന്നത് ഈ ഭൗതികമായ ലോകത്തിന് വേണ്ടി മാത്രമല്ല. നമ്മൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇതിനപ്പുറത്തൊരു നിത്യമായ ജീവിതമുണ്ട് എന്നുള്ള ആ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടായിട്ട് നിലകൊള്ളുക. അതുകൊണ്ട് ഈ അവസരത്തെ നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് ഞാൻ സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയാണ് ഉന്നവിശുദ്ധായി കൈപിടിച്ച് വിശ്വാസത്തിൽ ആ വചനത്തിൽ ആഴപ്പെടുവാനായിട്ട് മനുഷ്യൻ നിലയിൽ ഈശോയെ പഠിപ്പിച്ചു ഉയർത്തിയത്. ഈശോയെ ആ പരിശുദ്ധ അമ്മ നമ്മയും കൈപിടിച്ച് അവിടുത്തെ ദിവ്യരക്ഷകന്റെ ആ വചനത്തിന് പാലകനാകുവാൻ നമ്മയും പ്രചോദിപ്പിക്കും, നമ്മളുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ അവസരത്തിൽ നമ്മൾ ഇപ്രകാരം കൂടുവാനും നിങ്ങളെല്ലാവരുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം ശക്തമാക്കുവാൻ നിങ്ങൾ എല്ലാവരും സഹകരിച്ചു. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ റാലിയിൽ
ബഹുമാനം നമ്മൾ ഇന്ന് പ്രത്യേകം പറഞ്ഞിരുന്നത് നമ്മൾ എഴുതപ്പെട്ട ബൈബിൾ, പുതിയ നിയമം ബൈബിൾ കൈപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് ശ്രദ്ധായിലെ സിസ്റ്റേഴ്സിന് പറഞ്ഞു, പുതിയ നിയമം മാത്രം പോലെ ഏറ്റവും മുമ്പിൽ നിങ്ങൾ കഴിഞ്ഞ നിങ്ങൾ എഴുതിയ സമ്പൂർണ്ണ ബൈബിൾ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ എങ്ങനെ എടുക്കും? കാരണം അതിന്റെ ഭാരം അത്രമാത്രമുണ്ട്. അപ്പൊ എങ്കിലും അവരത് വളരെ സന്തോഷത്തോടെ ആ വാല്യൂ ഫുൾ ടൈം സമ്പൂർണ്ണ ബൈബിൾ നന്നായിട്ട് അലങ്കരിച്ച് കൈകളിലേന്തി അവർ അതിനെ ഏറ്റവും ഉൾപ്പെടുന്നാക്കി തീർക്കുവാൻ ശ്രമിച്ച് പ്രത്യേകമായി നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിന് മിശിഹായോടുള്ള വചനത്തോടുള്ള മാംസമായ വചനത്തോടുള്ള നമ്മുടെ ആത്മാർത്ഥമായ ആ സ്നേഹവും ആത്മാർത്ഥമായ സമർപ്പണവും പരിശുദ്ധ അമ്മ എപ്രകാരമാണോ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ ഈശോ മിശിഹാ പിതാവായ ദൈവത്തോട് ഇത് നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വയം തന്നെ തന്നെ സമർപ്പിച്ചതുപോലെ നമ്മുടെയും ജീവിതത്തിന്റെ പ്രതികൂലമായ സാഹചര്യങ്ങളില്, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും രോഗപീഠകളിലൊക്കെ തളരാതെ ആത്മധൈര്യത്തോടെ ഈ ലോക ജീവിതം ധീരമായി ജീവിച്ച് മറ്റുള്ളവർക്ക് കരുത്ത് നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതം പൂർത്തീകരിക്കുവാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഈ സുന്ദര ദിനത്തിന്റെ മകളെ ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മുഖ്യപ്രഭാഷണത്തിനായി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് ജോർജിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹാദരനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ജോൺ പാണിപ്പറമ്പിലച്ചൻ, ബഹുമാനായ ജോസഫ് അരിമത്തിലച്ചൻ, പ്രിയപ്പെട്ട ജോൺസൺ പാക്കരപ്പലച്ചൻ, ശ്രീ ഡുനൈസക് പാമ്പാന ഉൾപ്പെടെ പ്രിയപ്പെട്ട കുടുംബ കൂട്ടായ്മയുടെയും മാതൃവേദിയുടെയും നേതാക്കന്മാരെ വേദിയിരിക്കുന്ന, ഒപ്പം ഈ സമുദായ ശാക്തീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മുട്ടം ഇടവകാമികളെ, പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, ജൂബിലിയുടെ മംഗളങ്ങൾ, മഹാജൂബിലി ആഘോഷം മുട്ടം ഇടവകയില്, സിബിഗിരി ഇടവകയില് വളരെ ശ്രദ്ധേയമായ റാലിയോടുകൂടി ഇവിടെ നടക്കുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. തീയിൽ കൊരുത്തത് വെയിലത്ത് പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ വലിയ തീയുള്ള വെയിലത്താണ് നിങ്ങൾ ജാഥയുമായി ഈ മുട്ടം ടൗണിലൂടെ കടന്നു വന്നത്. ക്രിസ്തുവിന് വലിയ സാക്ഷ്യം നൽകിക്കൊണ്ട ബൈബിളും നമ്മളുടെ വിശുദ്ധന്മാരുടെ ചിത്രങ്ങളുമൊക്കെ ആലേഖനം ചെയ്തുകൊണ്ട് നിങ്ങൾ കടന്നു വന്നത് ഒരു വലിയ ജീവിത മാതൃകയാണ്. നമ്മൾ പ്രതിസന്ധികളിൽ തളരില്ല എന്നുള്ള പ്രഖ്യാപനമാണ് നമ്മൾ ഈ ദിവസം നമ്മളിവിടെ നടത്തിയത്. ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം പ്രിയപ്പെട്ട ജോണച്ചനെ അഭിനന്ദിക്കുക. അച്ഛൻ ഇരുന്ന പള്ളികളിലും കോളേജ് ഉൾപ്പെടെയുള്ള വേദികളിലുമൊക്കെ അതിശ്രേഷ്ഠമായിട്ടുള്ള നേതൃത്വം വഹിച്ചു. സമുദായത്തിന്റെ അംഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിന്റെ യാത്രയിൽ നേതൃത്വം വഹിക്കുവാൻ അച്ഛൻ കാണിച്ച എല്ലാ പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഈ മുട്ടം ഇടവകയിൽ തന്നെ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും പ്രിയപ്പെട്ട ജോണച്ചൻ ഒരിക്കൽ കൂടി നേരുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. നല്ലൊരു കൈയടി കൊടുക്കും. കഴിഞ്ഞ 4 വർഷക്കാലം ഹൃദയത്തിൽ ഈ ഇടവകയെ സ്നേഹിച്ച് പരിപാലിച്ച് ലാളിച്ചതിന് ഒപ്പം ഒരു കൂട്ടം ആളുകൾ അച്ഛനോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ട പാക്കൻപരച്ചൻ, എനിക്കറിയാം, ഞാൻ കാലം ഇടവകക്കാരനാണ്. ഇടവകപ്പള്ളി അച്ഛനെ സേവനം ചെയ്തിട്ടുണ്ട്. ആ കാലം മുതൽ അച്ഛന്റെ ലാളിത്യവും ആളുകളോടുള്ള പെരുമാറ്റവും ഒക്കെ എല്ലാവരെയും ഹൃദയപൂർവ്വം ആകർഷിക്കുന്നതാണ്. പ്രിയപ്പെട്ട എഡ്വിനെ ഞാൻ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. ഒരു യുവ നേതൃത്വം നമ്മളുടെ ഇടവകയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. യുവജനങ്ങൾ നമ്മളുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അധികമൊന്നും പങ്കെടുക്കാതെ മാറി മാറി പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഇടവകയെ മാത്രമല്ല നമ്മളുടെ രൂപതയെയും ഒരുപക്ഷെ നമ്മുടെ സഭയുടെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള യുവജന ശുശ്രൂഷകളിൽ
അദ്ദേഹം നേതൃത്വം വഹിച്ചിട്ടുണ്ട്. SCYM-ന്റെ രൂപതയുടെ പ്രസിഡന്റാണ് 2 പ്രാവശ്യം. ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപത സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ ശ്രേഷ്ഠമായിട്ടുള്ള നേതൃത്വം ഈ പള്ളിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ്. ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ വിനിയോഗിക്കുക. എല്ലാവർക്കും ഒരു നല്ല കയ്യടി. പ്രിയപ്പെട്ടവരെ, സഭയും സമുദായവും രണ്ടല്ല ഒന്നാണെന്ന ചിന്തയിലേക്കാണ് നമ്മൾ പോയത്. ഇവിടെ ഒരു സമുദായ ശാക്തീകരണ വർഷം ആചരിക്കുമ്പോൾ സഭ എന്താകുന്നു, സമുദായം എന്താകുന്നു എന്നുള്ള ചിന്ത, ഇത് രണ്ടും എന്താണ്, വ്യത്യസ്തമാണോ എന്നുള്ള ചിന്തയൊക്കെ ചിലപ്പോഴൊക്കെ ഈ വാക്കുകളുടെ പ്രയോജനത്തിലൂടെ ആളുകൾക്ക് തോന്നാറുണ്ട്. പക്ഷേ സഭയും സമുദായവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ ഒരു നാണയമാണ്, ഒരു വിശ്വാസ ജീവിതത്തിന്റെ പ്രഘോഷണമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഭ നമ്മളുടെ വിശ്വാസപരമായ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തെ ഒരുക്കുന്ന വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ദൗത്യമാണ് നിർവഹിക്കുന്നത്. ഈ ലോക ജീവിതത്തിന്റെ പൂർത്തീകരണം നമ്മളുടെ തമ്പുരാനോട് ചേർന്നുള്ള നമ്മളുടെ പിൽക്കാല ജീവിതത്തിലേക്ക് നമ്മളുടെ ആളുകളുടെ വിശ്വാസപരമായിട്ടുള്ള ഒരുക്കത്തെ നടത്തുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് സഭയെങ്കിൽ, ഈ സഭയിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായ വിശ്വാസികൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തെ ജീവിതത്തിന്റെ ഭൗതികമായ സാമൂഹ്യമായിട്ടുള്ള ആവശ്യങ്ങളിലുള്ള നമ്മളുടെ നേടിയെടുക്കലുകളുടെ മുഖമാണ് സമുദായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും വിശ്വാസപരമായ നമ്മളുടെ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിന് 2 പ്രവർത്തന തലങ്ങളാണ് ചിന്തിച്ചാൽ ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സമുദായം എന്നുള്ള വാക്കിനെ ഈ നാളുകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ആരും അസ്വസ്ഥപ്പെടേണ്ടതില്ല. നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുക, വിശ്വാസ ജീവിതത്തിന്റെ സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രഘോഷണമായിട്ട് ഈ സമുദായം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സമുദായ ശാക്തീകരണത്തിന്റെ പ്രാധാന്യം നമ്മളുടെ സഭ തിരിച്ചറിയുക. വരുന്ന വർഷം സീറോ മലബാർ സഭ സമുദായ ശാക്തീകരണ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. ഒരു സമുദായം എന്നുള്ള നിലയിൽ നമുക്കറിയാം, നമ്മളുടെ ഇരുവശങ്ങളിലിരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കിക്കേ. നമ്മളുടെ തൊട്ടടുത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ, അയൽപക്കത്തുള്ള ആളുകൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മളുടെ പരിചയക്കാർ, നമ്മളുടെ ഇടവകാങ്ങൾ ക്രിസ്തുവിന്റെ ആനാൻവെള്ളം തലയിൽ വീണ് ക്രിസ്തുവിന്റെ മുഖം പേറുന്ന വിശ്വാസ സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പരസ്പരം നമ്മളുടെ മുഖങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ ക്രിസ്തുവിന്റെ മുഖം കാണാം. ക്രിസ്തുവിന്റെ മുഖമാണ് നമ്മളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ആ ക്രിസ്തുവിന്റെ മുഖമുള്ള ഒരു ജനതയാ നമ്മൾ. നമ്മളൊരു ജനതയാ. ആ ജനതയാണ് ഒരു സമുദായം എന്ന് പറയുന്നത്. ഒരു ജനത എന്നുള്ള നിലയിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ നമ്മൾക്ക് സുരക്ഷിതമായിട്ട് സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ? നാളുകളിൽ നമ്മളുടെ മക്കളും കൊച്ചുമക്കളും വരുന്ന ഭാരതതലമുറയ്ക്ക് സമാധാനപരമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള സാഹചര്യം ഇന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകേണ്ടിയിരിക്കുന്നത്. ആ ചോദ്യത്തിൽ നിന്ന് വേണം നമുക്കൊരു സമുദായ ബോധം ഉണ്ടാകുക. സമുദായ ബോധം പലപ്പോഴും പറയുന്ന ഒരു ചൊല്ല് കേൾക്കാറുണ്ട്. ക്രൈസ്തവന്റെ കാര്യം പറഞ്ഞാൽ അവരെ ഒന്നും ഉപദ്രവിച്ചാലോ അവരെ തല്ലിയാലോ അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്താലോ ന്യായമായിട്ട് ലഭിക്കേണ്ട അവകാശങ്ങൾ നൽകാതിരുന്നാലോ ഒരു കുഴപ്പമുണ്ടാകില്ല എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിന്റെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെ ചവിട്ടിപ്പതിക്കുന്ന രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളെ ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. ചില സമുദായങ്ങൾ ഒറ്റതിരിഞ്ഞ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെ ആക്രമിക്കാറുണ്ട്. എന്തുകൊണ്ടാ? നമ്മളുടെ ഇടയിൽ ഐക്യത്തിനും സ്നേഹത്തിനും എന്തോ ചെറിയ കുറവുണ്ടോ എന്ന് ചില ആളുകളൊക്കെ സംശയിച്ചു പോവുകയാണ്. അവരെ ആക്രമിച്ചാൽ ഒരു തിരിച്ചറിവുണ്ടാകില്ല എന്നുള്ള മിഥ്യാധാരണയാണ് ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ ചില ആളുകളെ നയിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കടന്നു കയറുവാനായിട്ട് എത്രയോ ബോധപൂർവമായ ശ്രമങ്ങൾ ഈ നാളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ
ഈ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് സ്കൂളിൽ ഈ നാളുകൾ നമ്മൾ കണ്ടതാ. പൂഞ്ഞാറിന് പള്ളിയിൽ, നമ്മുടെ രൂപതയിലെ പള്ളിയിൽ കയറി നമ്മളുടെ വൈദികരെ ആക്രമിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു ജനവിഭാഗത്തെയും നമ്മൾ ഈ നാളുകൾ കണ്ടതാ, അല്ലേ? ഛത്തീസ്ഗഡിൽ നമ്മൾ ഈ നാളുകൾ നമ്മൾ കണ്ടു. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടയ്ക്കപ്പെട്ട് ആക്രമിക്കപ്പെടുകയാണ്. ഒറീസയിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ വൈദികർ തെരുവോരങ്ങളിൽ ആക്രമിക്കപ്പെടുകയാണ്. ക്രൈസ്തവർ എന്നുള്ള പേരിൽ, ക്രൈസ്തവ ജീവിത സാക്ഷ്യം നൽകിയെന്നുള്ള പേരിൽ ഈ സമുദായത്തെ ആക്രമിക്കാമെന്ന് ചിലപ്പോഴൊക്കെ ചില ചെന്നായ്ക്കൾ ധരിച്ചു വശായിട്ടുണ്ടെങ്കിൽ അതിനെ അനുവദിക്കില്ല എന്ന് പറയുവാനുള്ള ആർജവത്തെ നമ്മൾ കാണിക്കണം. അതിനാ ഒരു ജനതയാണ് നമ്മൾ എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ജനതയായിട്ട് നമ്മൾ നിന്ന കാലഘട്ടങ്ങളിലെല്ലാം നമ്മളെ തൊടുവാൻ ഒരു ശക്തിയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ചില ശൈഥില്യങ്ങളൊക്കെ നമ്മളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ ചില രാഷ്ട്രീയ അതിപ്രസരങ്ങളുടെ പരിണതഫലമായിരിക്കാം. ഒരുപക്ഷെ നമ്മളുടെ അനാവശ്യമായിട്ടുള്ള മതേതരത്വ ചിന്തകളുടെ പരിണതഫലമായിരിക്കാം. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എത്രയോ കുട്ടികൾ ഇന്ന് ആളുകളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അപ്രത്യക്ഷരാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ അടുത്ത നാളുകളിൽ തന്നെ ഈ കോതമംഗലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ? എന്താ കാരണം? പ്രണയക്കുരുക്കുകളിൽപ്പെട്ട് ഈ നാളുകളിൽ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ കുടുംബങ്ങളിൽ നിന്ന് നമ്മളുടെ പെൺകുട്ടികൾ അപ്രത്യക്ഷമായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ അഭിമന്യ പിതാവ് തന്നെ കുറവരങ്ങാന പള്ളിയിൽ വെച്ചുകൊണ്ട് നമ്മളുടെ സമൂഹത്തെ ബാധിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച്, ജിഹാദുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അഭിമന്യ പിതാവിനെ വളഞ്ഞിട്ടാക്രമിക്കുന്ന എത്രയോ ക്രൂരമായിട്ടുള്ള നടപടികൾ ഈ സമൂഹം കണ്ടതാണ്. പക്ഷെ പിതാവ് പറഞ്ഞത് സത്യമാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമല്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാ നമ്മളുടെ ഇടയിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ ഇങ്ങനെ റാഞ്ചിക്കൊണ്ടു പോകുവാൻ ചിലരൊക്കെ ധൈര്യം കാണിക്കുന്നത്? ഈ അടുത്തുള്ള ഇലവീഴ പൂജനയിൽ ഞാൻ പോയതാ. 2 വർഷം മുമ്പ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രണയക്കരയിൽ പെടുത്തി അവരെ വശപ്പതിയാക്കി അവരെ ആക്രമിച്ചവരെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായപ്പോൾ ആ പെൺകുട്ടി അവിടെ രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന് പള്ളിയിൽ മഠത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊലവിളി നടത്തുകയും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ അവിടുന്ന് രക്ഷിച്ചതുമൊക്കെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും ഓർക്കുകയാണ്. അധികം നടന്നതായില്ല, നമ്മുടെ തൊട്ടടുത്ത. എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിച്ചതെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എവിടെയോ ഒരൈക്യബോധം കുറഞ്ഞുപോയിരിക്കുന്നു. എനിക്കും നിനക്കും എന്താ എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മളെ മതിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളരുന്നുണ്ട്, വിദ്യാസമ്പന്നരാകുന്നുണ്ട്, ജോലി വാങ്ങിക്കുന്നുണ്ട്, നമ്മളുടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നമ്മൾ പ്രഗത്ഭരാകുന്നുണ്ട്. പക്ഷേ എന്റെ സഹോദരന്റെ കുടുംബത്തിലെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കുവാൻ, ചോദിക്കുവാൻ നമ്മളെപ്പോഴും തയ്യാറാവുന്നുണ്ടോ? എന്റെ കാര്യം സുഭിക്ഷമാണ്, എനിക്കും നിനക്കുമെന്ന് അവനവന്റെ കാര്യം, എനിക്ക് എന്റെ കാര്യം ചിന്തിക്കുന്ന ഒരു സമുദായമായിട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട കാലഘട്ടമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ നാടുകളിലൊക്കെ സമുദായ ജാഗ്രതയുമായി എല്ലാ വേദികളിലേക്ക് നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേദനിക്കണം. മലയാള മേഖലയിൽ എത്രയോ അധികം ആളുകളെ വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊന്നു കൊലപ്പെടുത്തി. നമ്മൾ ഈ പരിഷ്കൃത ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആളുകളെ കടുവായും പുലിയുമൊക്കെ വന്ന് കൊന്നു തിന്നുകയാണ്. നമ്മളൊക്കെ ആളുകള് പലപ്പോഴും കൊന്നു തിന്നുന്നു, അല്ലെ? നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് നേരെ തിരിച്ച, കൊന്നു തിന്നുകയല്ല, മറിച്ച് തിന്നുകൊണ്ട് കൊല്ലുകയാണ്. പച്ചയായ മനുഷ്യനെ, മലയോര മേഖലയിൽ ജീവിക്കുന്ന പച്ചയായ മനുഷ്യനെ തിന്നുകൊണ്ട് കൊല്ലുന്ന ദയനീയമായ ചിത്രങ്ങൾ എത്രയോ ഈ കേരള സമൂഹത്തിലായിട്ടും എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ഭരണാധികാരികൾ ചിരിച്ചു കളിച്ചുകൊണ്ട് നമ്മുടെ രോദനങ്ങൾ കണ്ടില്ല എന്നടിക്കുന്നു? നമ്മുടെ രക്തമല്ലേത്? ഈ മുട്ടത്തു നിന്നും, മീനച്ചിൽ നിന്നും, പാലായിൽ നിന്നും, കോട്ടയത്തുമൊക്കെ മലബാറിന്റെയും ഹൈറേഞ്ചിന്റെയും മലമടക്കുകളിലേക്ക് കുടിയേറിപ്പാട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പിൻതലമുറക്കാർ ആ നാടുകളിൽ കൃഷി ചെയ്തുകൊണ്ട് ആ നാടുകളിലും ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും ഒക്കെ പോറ്റി പരിപാലിക്കുമ്പോൾ അവരെ കുടിയേറ്റക്കാരെ സ്വീകരിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നാട്ടിലൊടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെ നമ്മൾ കണ്ടില്ലെന്നടിക്കുന്നുണ്ടോ? എന്നെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ, എനിക്കും നിനക്കും എന്താ എന്ന ചിന്തയാണ് നമ്മളെ വധിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവർ നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു.
ഈ നാടിന്റെ നമുക്കറിയാം, മൂവാറ്റുപുഴ ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മുടെ നാടിനെ ബാധിച്ചതാ. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു, പ്രതിരോധിച്ചു. ഈ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഈ പള്ളിയുടെ പുറകിലുള്ള വെയിറ്റിംഗ് ഷെഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു, പ്രതികരിച്ചു, പ്രതിരോധിച്ചു. ആളുകൾക്ക് നമ്മളെ തകർക്കാൻ വന്നിട്ട് പിന്നോട്ട് പോകേണ്ടി വന്നു, അല്ലേ? ഒരുമയുടെ ബലം, ശക്തിയുടെ ബലം, ആ ശക്തിയുടെ ബലം നാളുകളിൽ നമ്മൾ ഒരുമിച്ച് കാണിച്ചില്ല എങ്കിൽ ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് വരികയാണ്. ഈ നാടിനെ സമ്പൽ സമൃദ്ധി കൊണ്ട്, കാർഷിക വൃത്തിയിലൂടെയുള്ള വലിയ നേട്ടങ്ങളുടെ സമ്പൽ സമൃദ്ധി കൊണ്ട് ഈ നാട് തീറ്റിപ്പോറ്റിയ ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യമാണ് നമ്മുടെ സഭയ്ക്കും നമ്മുടെ സമുദായത്തിനുമുള്ളത്. ധീരന്മാരായിരുന്നു നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ. അതുകൊണ്ട് അവർ മലയോര മേഖലയിലേക്ക് കടന്നു വന്ന് അവിടെ മണ്ണിനെ പൊന്നുവിളിയിച്ചത്. അവരുടെ അധ്വാനം കൊണ്ട്, ചോര വീർപ്പാക്കിയാണ് അവർ അധ്വാനിച്ചാണ് അവിടെ സമൂഹം കെട്ടിപ്പടുത്തത്. അതുകൊണ്ടാണ് ഈ സംസ്ഥാനം സമ്പന്നമായിട്ട് മുമ്പോട്ട് പോയത്. ധീരങ്ങളായിട്ടുള്ള നമ്മളുടെ പെൺകുട്ടികളല്ലേ ഈ നാട്ടിൽ നിന്ന് പഠിച്ച് വിദ്യാഭ്യാസം നേടി കേരളത്തിന് വെളിയിലേക്ക്, ഇന്ത്യക്ക് വെളിയിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക് പോയി നഴ്സിംഗ് മേഖലയ്ക്ക് ജോലി ചെയ്ത് ഈ നാട്ടിലേക്ക് പണമയച്ച് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാടിനെ സമ്പൽ സമൃദ്ധമാക്കിയ ഒരു ധീരതയുടെ മുഖം നമ്മൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ? ഇന്നെല്ലാവരും പോകുന്നുണ്ട്. ധീരതയുടെ മുഖമുള്ള ക്രൈസ്തവർ എന്തുകൊണ്ട് ഇന്ന് പിന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ എല്ലാം ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. എന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ വിഷയം മാത്രമല്ല എന്റെ വിഷയം. എന്റെ ഇടവകയില് ഓരോ കുടുംബത്തിലെയും ഓരോ കുഞ്ഞിന്റെയും ഓരോ ആളുടെയും വേദന എന്റെ വേദനയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അന്ന് മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ സമുദായം എന്നുള്ള ചിന്തയിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. അതിനാ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. അല്ല നമ്മൾ വേറെ ഒരു ജനവിഭാഗത്തെ ഉപദ്രവിക്കുവാനായിട്ടോ വേറെ സമൂഹത്തെ, വേറെ മതത്തെയോ നമ്മൾ ദ്വേഷിക്കാനായിട്ടോ അല്ല, മറിച്ച് എല്ലാ സമുദായങ്ങളെയും എല്ലാ മതങ്ങളെയും ആദരിച്ച് ബഹുമാനിച്ച് ചരിത്രപരമായിട്ടുള്ള പാരമ്പര്യമായി സഭയ്ക്കുള്ളത്. പള്ളിയോടൊപ്പം പള്ളിക്കുടം ആരംഭിച്ച നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മളുടെ വൈദിക ശ്രേഷ്ഠന്മാർ എന്താ ചെയ്യുന്നത്? ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ഹൈന്ദവനും മുസൽമാനും ഉൾപ്പെടുന്ന എല്ലാ കുട്ടികൾക്കും പഠിക്കുവാനുള്ള അവസരം ഒരുക്കി. പഠിക്കുവാൻ മാത്രമാണോ? ഭക്ഷണം കൊടുത്തു, വയറ് നിറച്ച് ഭക്ഷണം കൊടുത്ത് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ ചരിത്രപരമായിട്ടുള്ള നവോത്ഥാനത്തിന്റെ പാരമ്പര്യമായി സമൂഹത്തിന് ഈ നാട്ടിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആരും ദോഷിക്കില്ല. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തു മൂല്യത്തെ അടിയുറച്ച ലക്ഷ്യം തന്നെയാണ്. ക്രിസ്തുവാണ് നമ്മുടെ മുദ്രാവാക്യം, ക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം, കുരിശാണ് നമ്മളുടെ ചിഹ്നം. ആ ചിഹ്നം അടിയുറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനെ ദോഷിക്കാണ്ടത് സാധിക്കില്ല. കത്തോലിക്ക കോൺഗ്രസ് ചരിത്രമെടുത്താലും ചരിത്രപരമായിട്ട് മലയാളത്തിന്റെ, കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ നേതൃത്വം വഹിച്ച പാരമ്പര്യമാണത്. പൗരസമത്വവാദ പ്രക്ഷോഭവും ഉത്തരവാദിത്വ പ്രക്ഷോഭവും മലയാളി വിമോചന പ്രക്ഷോഭവും ഒക്കെ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും നീതി ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അത്തരത്തിൽ നീതി ലഭ്യമാകാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ പാരമ്പര്യം ഈ വിശ്വാസ സമൂഹത്തിനുണ്ട്. ഈ കാലഘട്ടങ്ങളിലും വന്യമൃഗങ്ങൾ നമ്മളുടെ ആളുകൾ രക്ഷിക്കണമെന്ന് പറയുന്നത് ക്രൈസ്തവരെ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. അല്ല, ഈ സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകരെ രക്ഷിക്കണമെന്നാണ് പറയുന്നത്. അല്ലേ? വേറൊരാളുടെയും അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ നമ്മൾ ഈ രാജ്യത്ത് വലിയ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അർഹമായിട്ടുള്ള പല അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 80:20 അനുവാദ കാര്യം നമ്മളെല്ലാം പലരും ചർച്ച ചെയ്ത് കഴിഞ്ഞതാ. EW സംവരണ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാ. ഏത് ന്യൂനപക്ഷ ആനുകൂല്യം വന്നാലും ഈ സമുദായവും ഈ സമുദായത്തിന്റെ അവകാശങ്ങളും അവഗണിക്കപ്പെടുന്നു എന്നുള്ള കരുത്തം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ഇവിടെയാണ് നമുക്ക് വലിയ ഒരു കൂട്ടായ്മയുടെ ഒരു ഐക്യത്തിന്റെ കാഹളം മുഴക്കുവാനായിട്ടുള്ളത്. ആ കാഹളം മുഴക്കുവാനാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുക. അതിനാൽ നമ്മൾ തെരുവോരങ്ങളിലൂടെ ക്രിസ്തുവിന്റെ പതാകയും എഴുതിക്കൊണ്ട് തെരുവോരങ്ങളിലൂടെ നമ്മൾ യാത്രകൾ നടത്തുന്നത് എന്തിനാ? നമ്മൾ മധ്യാനം രക്ഷിക്കാൻ പറ്റില്ല, മറിച്ച് സ്നേഹത്തിന്റെ ചൈതന്യം, സ്നേഹത്തിന്റെ സന്ദേശം പകർന്നു നൽകിക്കൊണ്ട് ഞങ്ങൾ ക്രിസ്തുവിൽ സുരക്ഷിതരാണ്, ഈ സമൂഹവും സുരക്ഷിതമാകണം, ഈ സമൂഹത്തിൽ നീതി ലഭ്യമാകണം, മറ്റുള്ള എല്ലാ ആളുകൾക്കും ന്യായമായിട്ടുള്ള അവകാശങ്ങൾ ലഭിച്ചു കൊടുത്തുകൊള്ളൂ, പക്ഷേ ഞങ്ങളെ അവഗണിക്കരുത് എന്നുള്ള വലിയ പ്രഖ്യാപനമാണ് നമ്മൾ ഈ തെരുവോരങ്ങളിലൂടെ നടത്തുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വലിയ പാരമ്പര്യം. പക്ഷേ അവിടെയും നമ്മളായി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യത നിർച്ചുകൊള്ളുക. നമ്മുടെ വൈദികരെയും നമ്മുടെ സഭാധ്യക്ഷന്മാരെയും ഒക്കെ ഒറ്റ നിൽക്കാത്ത എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മാധ്യമങ്ങൾക്ക് ഒരു ചാനൽ ചർച്ച വന്നാൽ ആ ചാനൽ ചർച്ചയുടെ പൊതുസ്ഥാനത്ത് എപ്പോഴും നമ്മുടെ സഭയായിരിക്കും.
ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടന്നാൽ അവിടെ പലപ്പോഴും നമ്മുടെ സഭയും സഭാപിതാക്കന്മാരും ആയിരിക്കും ആക്രമിക്കപ്പെടുന്നത്. ഇടയനെ അടിച്ചാൽ ആടുകൾ ചിതറുമെന്നുള്ള ചിന്തയാണ് ഒരുപക്ഷെ ചില ആളുകളെ അങ്ങനെ ധരിച്ചു മനസ്സിലാക്കിയിരിക്കുന്നതെങ്കിൽ അവരെ തിരിച്ചു പറയുവാൻ, ഞങ്ങളുടെ ഇടയന്മാരെ അടിച്ചാൽ ഞങ്ങൾക്ക് പോകും, ഞങ്ങളുടെ സഭാപിതാക്കന്മാരെ അടിച്ചാൽ ഞങ്ങൾക്ക് പോകുമെന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് എന്ത് സാധിക്കുന്നു? അന്നൊക്കെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായ ബോധത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ പോകാണ്ട് സാധിക്കുന്ന തിരിച്ചറിഞ്ഞുകൊണ്ടാകേണ്ടിയിരിക്കുന്നു. നമ്മളൊന്ന അഭിനന്ദ പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും അൽമാരും വിശ്വാസികളും എല്ലാം ഒന്നാം. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ അത് എന്റെ വേദനയാ, എന്റെ പ്രതിസന്ധിയാ. ആ പ്രതിസന്ധിയാണ് തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ടായാൽ അവന് വേണ്ടി നമ്മൾ നിലകൊള്ളും. എല്ലാ ആളുകളെയും നമുക്ക് സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. മറിച്ച് സാമ്പത്തികമായി സഹായിക്കുന്ന കാര്യമില്ല, മറിച്ച് ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവേ, പേടിക്കണ്ട, വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് കേട്ടോ എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആത്മവിശ്വാസമാണ് നമ്മളുടെ ആളുകൾക്കുണ്ടാകുന്നത്. ആ ആത്മവിശ്വാസമാണ് അവരെ മുൻപോട്ട് നയിക്കാൻ പ്രചോദനമാകുന്നത്. ആ പ്രചോദനമാകാൻ സാധിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായ ശാക്തീകരണ സംഗമങ്ങൾ, റാലികളൊക്കെ അർത്ഥവത്തായി മാറും. അത്തരത്തിൽ മാറുവാനായിട്ട് നമ്മുടെ ഈ സമുദായ ജാഗ്രതാ സമ്മേളനത്തിന് സാധിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ ഇത്രയും വലിയ റാലി നടത്തി വിഷമിച്ച് മടുത്തിരിക്കുന്ന നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടി ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരു ജനതയായി മുൻപോട്ട് പോകാം, ഒരു സമൂഹമായി മുൻപോട്ട് പോകാം, ഒരു സഭയായി മുൻപോട്ട് പോകാം, ഒരു വിശ്വാസമായി മുൻപോട്ട് പോകാം. ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ഈ നാട്ടിലെ ഒരു ശക്തികൾക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കോ, നമ്മുടെ പള്ളികളിലേക്കോ, നമ്മുടെ സ്ഥാപനങ്ങളിലേക്കോ, നമ്മുടെ മനസ്സുകളിലേക്കോ കടത്തുവാൻ ഇടയുണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നാളെ നമ്മുടെ വരും തലമുറയെ ഈ സമൂഹത്തിന്റെയും ഈ സഭയുടെയും കാവലാത്മാരായി നയിക്കുവാനായിട്ട് സാധിക്കണേ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ആശംസകൾ നന്മകൾ നടന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ജയ് ക്രൈസ്റ്റ്. നമ്മളെ ആവേശപരിപാടി രാജ്യസാറിന് നന്ദി. അനുഗ്രഹ പ്രഭാഷണത്തിനായി ഇവാഞ്ചലൈസേഷൻ പാലാരൂപത ഡയറക്ടർ ജോസഫ് പരിപാലനത്തിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ ആദരണീയ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജോൺ പണത്തോട്ടച്ച വളരെ ആവേശോജ്വലമായി നമ്മളോട് സംസാരിച്ച് മുഖ്യ പ്രഭാഷണത്തിലൂടെ നമ്മുടെ സമുദായത്തിന്റെ ചിന്തകളെയും ആത്മീയ ജീവിതത്തിന്റെ ഉണർവിനെയും വളരെ കൃത്യമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കുച്ചോർവിൽ സാറെ, ബഹുമാനപ്പെട്ട ജോൺസൺ പാക്കർ ബേലച്ച, ശ്രീ എഡ്വിൻ പാമ്പാറ, കുടുംബ കൂട്ടായ്മയുടെ ഇടവകതല പ്രസിഡന്റ് ശ്രീ ജിമ്മി മാക്കുഴി, മാതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി സീമ കുഴിപ്പള്ളി, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കൊച്ചുകുട്ടികളെ, ഞാൻ വലിയ ഒരു പ്രഭാഷണം നടത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ സമുദായവും നമ്മുടെ കൂട്ടായ്മയും എത്രമാത്രം വലുതാണെന്നും ശക്തിയുള്ളതാണെന്നും സമുദായവും കൂട്ടായ്മയും അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം എത്രമാത്രം വലുതാണ് എന്നും വളരെ കൃത്യമായ ചുരുങ്ങിയ വാക്കുകളിൽ ബഹുമാനപ്പെട്ട കൊച്ചുപറമ്പില് രാജീവ് സാർ വളരെ കൃത്യമായി അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്കൊന്നും ഞാൻ കടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് കത്തോലിക്ക സഭയുടെ സൗന്ദര്യം എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സഭയുടെ വലിയ ശക്തി? ഇന്ന് ഞാൻ രാവിലെ 9 മണി മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയം മുഴുവൻ നിങ്ങൾ വിശുദ്ധരുടെ ചിത്രങ്ങളും വഹിച്ച് നമ്മുടെ പ്രമാണ പുസ്തകവും ഏറ്റെടുത്ത് ഈ പട്ടണം ചുറ്റിയപ്പോൾ അവിടെ വെയിലുണ്ടായിരുന്നു, തളർത്തുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സാധ്യതകളെല്ലാം അതിജീവിച്ച് ഇന്ന് ഈ സമയം വരെ, ഇപ്പോൾ ഏതാണ്ട് 12:03 ഈ സമയം വരെ ക്ഷീണത്തിന്റെ ഒരു അംശം പോലും മുഖത്ത് അവശേഷിപ്പിക്കാതെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നു. അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ സൗന്ദര്യം. എത്രയോ പേരെ തകർക്കാൻ ശ്രമിച്ച ഒരു വിശ്വാസം ലോകത്തിന്റെ ഗതിവിഗതികളിൽപ്പെട്ട്
മറ്റു പല ശക്തികളും തകർന്നടിഞ്ഞപ്പോഴും 2025 വർഷത്തെ മഹത്തായ പാരമ്പര്യമുള്ള ക്രൈസ്തവ വിശ്വാസം ഇതുപോലെ പ്രൗഢോജ്വലമായി നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതുതന്നെയാണ് നമ്മുടെ സൗന്ദര്യം. ഇന്ന് വത്തിക്കാനിൽ രാവിലെ 10 മണിക്ക്, അതായത് ഇനി ഏകദേശം 2 മണിക്കൂറൂടെ കഴിയുമ്പോൾ ഇന്ന് 2 യുവജനങ്ങളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കാർലോ അക്വത്തിസും പിയറോ ജോർജോ ഫ്രത്താസിയും. ഇവർ രണ്ടുപേരും കാലഘട്ടങ്ങൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും പരാജയപ്പെടാതെ ക്രൈസ്തവ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ച് വലിയ മാതൃകകൾ കൊടുത്തവരാണ്. അതുകൊണ്ട് ഇത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. തളർത്താൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ വലിയ ശബ്ദത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി പ്രതികരിക്കാൻ ശ്രമിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ. ഇന്ന് രാജീവ് സാറ് നമ്മുടെ കൂട്ടായ്മയുടെ പ്രത്യേകതകളെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇന്ന് നമുക്ക് എന്താ സംഭവിച്ചത്? ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് ഉള്ളിൽ ബോധ്യമുള്ളവരെന്നെല്ലാം ഉറങ്ങുകയും ഇന്ന് നമ്മൾ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളുണ്ട്. അവിടെ ചെറിയ കാര്യങ്ങളെ പെരുപ്പിക്കുന്നു. തെറി പറയാനും കുറ്റം പറയാനും ചീത്ത പറയാനും പീഡിപ്പിക്കാനും സമയം കണ്ടെത്തുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ വലിയ രീതിയിൽ പരുക്ക് പറ്റി ജീവിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. എല്ലാ തരത്തിലും പരുക്ക് നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നു. അത് കുടുംബത്തിലാണ്, സമൂഹത്തിലുണ്ട്, വ്യക്തി ജീവിതങ്ങളിലുണ്ട്. ആ പരിക്ക് പറ്റി തളർന്നിരിക്കുന്നവരെന്ന് ലോകം കരുതുന്നത് കൊണ്ട് ഇന്ന് വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുകയും അതിന് നമ്മൾ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട. നമ്മൾ കണ്ടു പല കാര്യങ്ങളും. നമ്മൾ നിരന്തരമായിട്ട് ഈ അക്രമം അത് വിഴിഞ്ഞത്ത് നമ്മൾ കണ്ടു. ഇനി അധികം ദൂരത്തേക്ക് പോകണ്ട. രാജീവ് സാറ് പറഞ്ഞതുപോലെ പാലായിലുണ്ടായിരുന്നു, പൂഞ്ഞാറിലുണ്ടായിരുന്നു. ഇതുപോലെ പരിക്ക് പറ്റി പതുങ്ങുന്ന ഒരു സമൂഹമുണ്ട് എന്ന് കരുതിയത് കൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കാൻ എല്ലാവരും പരിശ്രമിച്ചു. പക്ഷേ ഇന്നൊരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നമ്മൾ വളരുകയാണ്. ഞാൻ പറയും, ഇത് ഈ മുട്ടത്തിന്റെ ഈ മണ്ണിൽ ഇതൊരു കുടിയേറ്റത്തിന്റെ ഒരുപാട് ഓർമ്മകൾ ഉള്ളിൽ പേറുന്ന ശക്തിയുള്ള ഹൃദയങ്ങളുള്ളവരുടെ മണ്ണാണ്. ഈ മണ്ണിൽ ഇന്ന് നിങ്ങൾ നടത്തിയത്, ഈ അച്ഛൻ പറഞ്ഞു 4.5 വർഷം നിങ്ങൾ ഒരുമിച്ചു. നിങ്ങൾ ഒരു ആരാധനാ സമൂഹം എന്ന നിലയിൽ വളരെ ശക്തി പ്രാപിച്ചു. അതിനേക്കാൾ ഉപരി ഒരു സമുദായ ബോധത്തിലേക്കും സാഹോദര്യത്തിലേക്കും വലിയൊരു കൂട്ടായ്മയിലേക്കും ഈ അടുത്ത നാളെ ഇവിടെ ഉണ്ടായ പ്രശ്നത്തിൽ നിങ്ങൾ എടുത്ത നിലപാടുകളുമെല്ലാം എത്രമാത്രം ഉണർവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ സൂചന. ഈ ഉണർവിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഇത് കത്തിപ്പടരാനുള്ളതാണ്. അതുകൊണ്ട് ഇനിയും നമ്മുടെ കൂട്ടായ്മയിൽ സ്നേഹത്തിന്റെ വലിയ കൃപകൾ ഉണ്ടാകട്ടെ. ഒരു ആധുനിക ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കവി, മലയാള കവിതയിൽ വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയുടെ ചെറിയൊരു കവിതാശകളും കൂടെ ഉദ്ധരിച്ച് ഞാൻ അവസാനിപ്പിക്കുക. ബഹുമാനപ്പെട്ട കെ ജയശീലൻ എന്ന കവി, അദ്ദേഹം ഇങ്ങനെ എഴുതി: നീ നിന്റെ വേരുകളെ നോക്കുക, പൂവുകളെ ശ്രദ്ധിക്കേണ്ട. വേരുകൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ പൂക്കാതെങ്ങനെ ഇരിക്കും? വേരുകൾ നശിച്ചാൽ നീ ഇപ്പോൾ പൂക്കുന്നെങ്കിൽ കൂടി എത്ര കാലം പൂക്കും? ഇത് നമുക്കൊരു ഓർമ്മപ്പെടുത്തല്ല. നിങ്ങൾ ആരും നിങ്ങളുടെ പൂവുകളെ നോക്കേണ്ട, വേരുകളെ ശ്രദ്ധിക്കുക. എന്റെ വേരുകൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ പൂക്കാതെങ്ങനെ ഇരിക്കും? വേരുകൾ നശിച്ചാൽ നീ ഇപ്പോൾ പൂക്കുന്നെങ്കിൽ കൂടി എത്ര കാലം പൂക്കും? ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തില്ല. വേര് വളർത്താനുള്ള, വേരോടിക്കാനുള്ള നമ്മുടെ ഉദ്യമങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യത്യസ്തരാകാം. അവിടെ നമുക്ക് കൂടുതൽ കരുത്തുള്ളവരാകാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഈ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ചും കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം, ഒരു ഇടവകയിൽ കുടുംബ കൂട്ടായ്മ സജീവമാകുമ്പോൾ ജനമുണരും. അവിടെ രൂപത ഇടവക എന്ന തലത്തിലേക്കാൾ ഉപരി വലിയൊരു വിശ്വാസ സംഗമം നടത്താൻ നമുക്ക് സാധിച്ചു. അത് നിങ്ങളുടെ കരുതലാണ്. അച്ഛന്റെ വലിയ ഒരു താല്പര്യത്തിൽ നിങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ഈ കൂട്ടായ്മ അത് ഇനിയും വളരട്ടെ. അനേകം കാലങ്ങൾ മുന്നോട്ട് പോകട്ടെ. മാതൃകയായി തീരുന്ന ഒരിടമായി ഈ സ്വീകര ഇടവക മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഭാവങ്ങളും നേർന്ന് ഒരിക്കൽ കൂടി ബഹുമാന വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും കൈക്കാരന്മാരെയും കൂടിയുള്ള നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് കൊച്ചച്ഛൻ ജോൺസൺ ജയന്തോ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ സാറ്,
മുഖ്യപ്രഭാഷണം നടത്തി നമ്മളെല്ലാവരെയും ഒത്തിരിയേറെ കോരിത്തരിപ്പിച്ച ബഹുമാനപ്പെട്ട രാജീവ് സാറെ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ജോസഫ് അരിമറ്റത്തച്ച, ശ്രീമതി സീമ ടീച്ചറെ, ജിമ്മി സാറെ, എഡ്വിൻ സാറെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഞാനൊരു ചെറിയ കുറിപ്പൊക്കെ എഴുതിക്കൊണ്ട് വന്നായിരുന്നു. പക്ഷേ രാജീവ് സാറിന്റെ പ്രസംഗത്തോടുകൂടി ഇതിന്റെ വില തീർന്നു. പറയാനുള്ളതെല്ലാം സാറ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വന്ന അരിമറ്റത്തലച്ഛനും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതുകൊണ്ടും സമയം 12 കഴിഞ്ഞതുകൊണ്ടും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ ജനതയുടെ പ്രത്യേകത എന്താണ്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിക്കേണ്ടത് എന്താണ്? ഒരു ജനതയുടെ മാത്രം പ്രത്യേകതയായിട്ട് കാണപ്പെടേണ്ട ഒരു കാര്യം എന്താണ്? അത് നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനമാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത്? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് നടത്തിയ ഈ വിശ്വാസ പ്രഖ്യാപന മഹാജൂബിലി റാലി നമ്മൾ തുടങ്ങിയത് പരിശുദ്ധ കുർബാനയിൽ നിന്നാണ്. പരിശുദ്ധ കുർബാന പോലെ ദൈവം അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ജനത പോലും ഈ ലോകത്ത് ഇല്ല. അത്രമാത്രം ദൈവം അടുത്തിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ജനതയാണ് നമ്മൾ. ഈ കുദാശയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പൊരിയുന്ന വെയിലത്തും വെയിലേക്കാതെ പോലെ അത്ര ഊർജ്ജസ്വലമായിട്ട് നമ്മൾ ഈ റാലി നടത്തിയത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. റാലിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ വികാരി അച്ഛന്റെ മുദ്രാവാക്യം വിളിയാണ്. ഒരുപക്ഷെ നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും. അച്ഛൻ മുട്ടൻ ടൗണിൽ കൂടി അങ്ങ് സ്പിരിറ്റോട് കൂടി പരിശുദ്ധാത്മാവിന്റെ വലിയ ആവേശത്തോടു കൂടി ഓരോ വാക്കും ഉച്ചരിച്ചപ്പോൾ ഏറ്റു ചൊല്ലാതിരിക്കാൻ നമുക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അച്ഛൻ ഇന്ന് ഈ റാലിക്ക് ചെയ്ത ഏറ്റവും വലിയ കാര്യം. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ത്രസിക്കുകയാണ്. ഓരോ വാക്കും പറയുമ്പോൾ ദൈവം ഈശോ നമ്മുടെ ഏക രക്ഷകനാണെന്ന് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ ത്രസിക്കുകയാണ്. അതുകൊണ്ട് ഞാനും വിളിച്ചു പറഞ്ഞു. ഞാനും കൂടുതൽ മുദ്രാവാക്യം വിളിക്കാൻ കൂടി. സ്നേഹം നിറഞ്ഞവരെ, ഈശോയാകുന്ന പരിശുദ്ധ കുർബാനയാകുന്ന തീയിൽ കുരുത്താൽ നമ്മൾ ആരും പാടില്ല. എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മൾ പാടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് മാതൃവേണി യൂണിറ്റ് പ്രസിഡന്റ് സീമ കുടുംബിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ സ്നേഹബഹുമാനപ്പെട്ട വികാരി ജോണച്ച, മുഖ്യപ്രഭാഷണം നടത്തിയ AKCC ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് സാറെ, കുടുംബ കൂട്ടായ്മ ഇവാഞ്ചലൈസേഷൻ ഡയറക്ടർ അരിമറ്റത്തച്ച, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചച്ച, എഡ്വിൻ സാറെ, ജിമ്മി സാറെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ അംഗങ്ങളെ, ഇന്ന് എല്ലാവരും ആവേശോജ്വലമായിട്ട് ഇവിടെ പറഞ്ഞ പോലെ നമ്മളും തീക്ഷ്ണമായിട്ടൊരു കാര്യം നടത്തിയിട്ട് സന്തോഷത്തിലും ഉത്സാഹത്തിലും തീക്ഷ്ണതയിലും വികസിച്ചു നിൽക്കുകയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ വികാരിയച്ഛനാണ്. അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. 4.5 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതാണ് അച്ഛനെ. ഓരോ അച്ഛന്മാർ വരുമ്പോഴും ഓരോരോ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ വരും, സംഘടനകളെ ശക്തിപ്പെടുത്തും, എല്ലാം ചെയ്യും. പക്ഷെ അച്ഛനറിയാം എവിടെ തുടങ്ങണമെന്ന്. കാരണം ഇടവകയെ മൊത്തം ശക്തിപ്പെടുത്തണമെങ്കിൽ കുടുംബ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണമെന്ന് അച്ഛനറിയാം. കാരണം കുടുംബ കൂട്ടായ്മയിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. ഏതൊരു സംഘടനയാണെങ്കിലും അതിനകത്ത് മെമ്പർ ആയാലും അതിനകത്ത് പ്രവർത്തിക്കും. ഇല്ലെങ്കിൽ ഞാൻ സംഘടനയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മാറി നിൽക്കാം. പക്ഷെ കുടുംബ കൂട്ടായ്മയിൽ വരുമ്പോൾ ഇടവകയിലെ ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിനോ ഒരു മുതിർന്ന വ്യക്തിക്കോ ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല. അവിടെയാണ് അച്ഛൻ നമ്മളെ വളർത്തിയത്.
ആ ഒരു ശാക്തീകരണം, ആ ഒരു സ്നേഹം ഇന്ന് നമ്മൾ ഈ റാലിയിൽ കണ്ടു. നമ്മളെ വിളിച്ചു പറഞ്ഞു യേശു ഏക രക്ഷകൻ. അത് കൊച്ചൻ പറഞ്ഞ പോലെ എത്രമാത്രം തീഷ്ണതയോടെയാണ്. കാരണം റാലി ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഞാനും നോക്കി നമ്മുടെ അച്ഛന്റെ ആ തീഷ്ണത. അത് കണ്ടപ്പോഴത്തേനും ബൈബിള് സംവഹിക്കുന്നവര്, വചനം സംവഹിക്കുന്നവര് മുദ്രാവാക്യം പറയണ്ട എന്നൊക്കെ ഒരു തീരുമാനമുണ്ടായിരുന്നെങ്കിൽ അത് കണ്ട പറയാതെ വീണ്ടും നമ്മൾ വിളിച്ചുപോയി യേശു ഏക രക്ഷകൻ, എന്റെ രക്ഷകൻ എന്നൊക്കെ. തിരുവചനം പറയുന്നു, നിന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും. അത് നാം ഇന്ന് ഉറക്കെ ഇവിടെ പ്രഖ്യാപിച്ചു, അനുഭവിച്ചു. രാജീവ് സാറ് പറഞ്ഞതുപോലെ സഭയും സമുദായവും രണ്ടല്ല, ഒരുമിച്ച് പോകേണ്ടതാണ്. നാം ഇന്നിവിടെ റാലിയിൽ പ്രഖ്യാപിച്ചതുപോലെ ഈശോയെ മറ്റുള്ളവരിൽ കാണാൻ നമുക്ക് കഴിയണം. നാം ഈശോയുടെ മുഖമാകണം, മറ്റുള്ളവർ ഈശോയുടെ മുഖം കാണാൻ നമുക്ക് സാധിക്കണം. അതുപോലെ നാം എന്റെ നിന്റെ എന്നുള്ള ചിന്ത വെടിഞ്ഞ് നമ്മുടെ എന്നൊരു ചിന്തയിൽ വരുമ്പോഴേ നമ്മുടെ ഈ സമുദായ ശാക്തീകരണ സമ്മേളനം കൊണ്ട് പ്രായോഗികളും ഒക്കെ പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഈശോയുടെ കൊടിക്കീഴിൽ അണിനിരുന്ന് നമ്മുടെ സമുദായത്തെ, സഭയെ ശക്തിപ്പെടുത്തുകയും അങ്ങനെ നമ്മുടെ വരും തലമുറകളിൽ വിശ്വാസത്തിന്റെ വേര് ആഴത്തിൽ പാകുവാൻ ശ്രമിക്കുകയും ചെയ്യാം. അതിന് കഴിഞ്ഞെങ്കിലേ ഇന്ന് നാം ഇവിടെ പ്രഖ്യാപിച്ച വിശ്വാസം ജീവിച്ച് കാണിക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അർത്ഥമുണ്ടാവുകയുള്ളൂ. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമ്മാന പ്രഖ്യാപനമാണ് ഇനി നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ഉറക്കം വളച്ച് കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കുകയായിരുന്നു. എല്ലാവരും നന്നായിട്ട് പ്രയത്നിച്ചു. സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് ഏറ്റവും സ്നേഹത്തോടെ ആദരണീയനായ വികാരിയച്ഛനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്തു. എല്ലാവരുടെയും റാലിയിലെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. എല്ലാവരും നന്നായിട്ട്, പ്രത്യേകിച്ച് ഭാരവാഹികൾ കഠിനമായി പ്രയത്നിച്ചു. അതിലെ കഠിനമായി പ്രയത്നിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ റാലിയിൽ 4ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ആരും വിഷമിക്കില്ല, ഞാൻ മുന്നിട്ടിട്ടില്ല, ജഡ്ജസാണ് അറിയിക്കുക. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് 189, 4ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് 189 പോയിന്റോടുകൂടി 1ാം സോണാണ്. 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് 201 മാർക്കോടുകൂടി 2ാം സോണാണ്. 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് 221 പോയിന്റോടുകൂടി 4ാം സോണാണ്. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് 251 പോയിന്റോടുകൂടി 3ാം സോണാണ്. എല്ലാവർക്കും പ്രത്യേകമായ അനുമോദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും നല്ല പ്രോഗ്രാം ആയിരുന്നു. എല്ലാവർക്കും സമ്മാനങ്ങളുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കില്ല. ഇത് സോൺ തിരിച്ചായതുകൊണ്ട് പലരും പറയുണ്ടായ കൂട്ടായ്മ ഒറ്റയ്ക്കല്ലല്ലോ, അതുകൊണ്ട് ഒരുമിച്ചായതുകൊണ്ട് ആ മാലം ഒരുമിച്ച് എടുക്കാനും സാധിക്കും. അതുകൊണ്ട് ആരും നഷ്ടത്തിലാകരുത്. എല്ലാവർക്കും പ്രത്യേകമായ അനുമോദനം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പറയാം ഇത് അതുമാർക്ക് വൈകുന്ന വിഷയമാണ്. 4ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് മംഗളവാർത്ത. 1ാം സോണ് മംഗളവാർത്തക്കാർക്കാണ് 4ാം സ്ഥാനം ലഭിച്ചിരിക്കുക.
വർഗീസ് സോണിയാർക്കാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഉത്ഥാനത്തിന്റെ സോണിയാർക്കാണ്. രണ്ടാം സ്ഥാനം. ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഈശോയുടെ കുരിശുബന്ധനം സമ്മാനം ലഭിച്ച എല്ലാവർക്കും നന്ദി. സമ്മാനത്തിനല്ല നമ്മൾ ഇറങ്ങിയതെന്ന് നമുക്കറിയാം, എങ്കിലും സമ്മാനം അല്പം കൂടി മാധുര്യം നമുക്ക് കൂട്ടുന്നു. നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി കുടുംബ കൂട്ടായ്മ കണക്കുതല പ്രസിഡന്റ് ജിമിച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട അധ്യക്ഷപദം അലങ്കരിക്കുന്ന വികാരിയച്ഛ, ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കടന്നുപോയ ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രി റോബേഷ് അഗസ്റ്റിൻ, മുഖ്യപ്രഭാഷണം നടത്തിയ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ജോസഫ് പരിമേലച്ച, ആശംസകൾ അർപ്പിച്ച കൊച്ചച്ച ശ്രീമതി സീമ കുഴിപ്പള്ളി, എഡ്വിൻ പാമ്പാറ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കുടുംബ കൂട്ടായ്മ അംഗങ്ങളെ, വാർഡ് ലീഡേഴ്സ്, സോണൽ ലീഡേഴ്സ്, കൈക്കാരന്മാരെ, എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഒരു ഘോര പ്രഭാഷണത്തിനല്ല. നിങ്ങളെല്ലാവരും പിരിയാനുള്ള ആഗ്രഹത്തിലിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വേദിയിൽ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത്, അവർണ്ണനീയമായ ദാനത്തിന് നന്ദി. കാരണം നമുക്ക് ഇത്രയും നല്ലൊരു കാലാവസ്ഥ ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യമേ നന്ദി പറയുക. അതുപോലെ തന്നെ നമ്മളെ ഇങ്ങനെ ഒരു റാലിയിലൂടെ നയിച്ച വികാരിയച്ഛനെ, കാരണം പഴയ നിയമ കാലഘട്ടത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ചതുപോലെ ഇന്ന് നമ്മളെ എല്ലാവരെയും ഒരു ചെറിയൊരു മരുഭൂമി യാത്രയിലൂടെ നയിക്കുകയാണ്. പലർക്കും അതിന്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ പെരുപുറത്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെയും പെരുപുറത്തുണ്ടാവും, മടുപ്പുണ്ടാവുമ്പോൾ. പക്ഷേ അതിലൊന്നും വകവെക്കാതെ തീഷ്ണതയോടെ കാനാൻ ദേശത്തെ മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്തവർ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിത്യജീവൻ എന്ന കാനാൻ ദേശത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന വികാരിയച്ഛന് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തി. പിന്നീട് യോഗം ഉദ്ഘാടനം ചെയ്ത മന്ത്രിക്ക് ആദ്യമേ നന്ദി പറഞ്ഞതാണെങ്കിലും ഔദ്യോഗികമായിട്ട് ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരെയും എന്റെ വ്യക്തിയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിയിരുന്നു. ഇനി മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, അദ്ദേഹത്തെ പറ്റി കൂടുതലൊന്നും പറയേണ്ട, ഇവിടെയുള്ള ഓരോരുത്തർ വ്യക്തികളും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഒരു തീപ്പിരിയായി നമ്മുടെ ഇടയിലേക്ക് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിന്റെ അഭിമാനത്തോടെ ജീവിക്കണമെന്ന് ഉദ്ബോധിപ്പിച്ച ആ ഒരു വാക്കുകളെന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. അദ്ദേഹത്തെ ഈ സിബിഗിരി ഇടവകയുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടു. പിന്നീട് അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അരിവെടുത്തിലച്ച ഇവാഞ്ചലൈസേഷന്റെ ഡയറക്ടർ, അതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കുടുംബ കൂട്ടായ്മ ഡയറക്ടർ. കാരണം കുടുംബ കൂട്ടായ്മയിലൂടെയാണ് ഈ ഇടവക മുഴുവൻ ഉണർത്തിയത്. ആ ഡയറക്ടർ നമുക്ക് വേണ്ടി നല്ലൊരു ആശംസ പ്രസംഗം നടത്തി. കഴിഞ്ഞ ദിവസം നല്ലൊരു പ്രസംഗം നടത്തിയത് അദ്ദേഹം അധികം നീട്ടിയില്ല. എങ്കിലും നമ്മളെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കുന്ന വാക്കുകൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തി. പിന്നെ ഇവിടെ ആശംസ അർപ്പിച്ച നമ്മുടെ കൊച്ചച്ഛൻ, നമുക്കറിയാം കൊച്ചച്ഛൻ ഇന്നലെ മുതൽ ഉറപ്പഴിച്ചിരുന്ന വലിയൊരു പ്രസംഗമൊക്കെ തയ്യാറാക്കി വന്നായിരുന്നു പറഞ്ഞു. അത് മടക്കി ഞാൻ പോക്കറ്റ് 4000 രൂപ എന്നോട് പറഞ്ഞു. അത് സമയത്തിന്റെ കുറവുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന വിഷയം തന്നെയാണ് ഇവിടെ മുന്നേ പോയതായിരിക്കാം. എന്താണേലും അദ്ദേഹത്തിന് നമുക്കറിയാലോ, നമുക്ക് ഇനി അവസരമുണ്ട് കൊച്ചച്ഛനെ കേൾക്കാൻ. കൊച്ചച്ഛനെ ആ മടക്കിയ കടലാസ് ഇനിയുണ്ട്, നമുക്കത് മുന്നിൽ വീണ്ടും തുറക്കപ്പെടും. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട്
കുടുംബ കൂട്ടായ്മ സെക്രട്ടറിയും മാതൃവേദി പ്രസിഡന്റുമായ സീമ പുൽപ്പള്ളി നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായി ഇവിടെ അവതരിപ്പിക്കുകയും ആശംസ നടത്തുകയും ചെയ്തു. ഇടവകയുടെ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ട് നമ്മോടൊപ്പം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സേവയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിപരമായാലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ നിന്ന് സ്വാഗതവും ആങ്കറിംഗും നടത്തിയ ശ്രീ എഡ്വിൻ എല്ലാ കാര്യങ്ങളും കറക്റ്റ് അടുക്കൽ ചിട്ടയോടുകൂടി ഇതെല്ലാം അവതരിപ്പിക്കപ്പെട്ടു. ഇടവകയുടെ ഒരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഓർഡറാണ് ഇന്ന് ഇവിടെ കടന്നു വന്ന സിസ്റ്റേഴ്സ് ഇവിടെ പറയുകയുണ്ടായി. ആ സമ്പൂർണ്ണ ബൈബിൾ വീണ്ടും തോളിലേക്കെങ്കിൽ അവരുടെ തീഷ്ണത എത്രത്തോളമായിരുന്നു. അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ നയിക്കുന്നു. 2 കോൺഗ്രിഗേഷനിലുള്ള സിസ്റ്റേഴ്സിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ കൈക്കാരന്മാർ എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഓടി നടക്കാനെന്ന് അവരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാവരും സോണിന്റെ പ്രവർത്തനങ്ങളായിട്ട് മാറിയുകൊണ്ട് ഇഷ്ടംപോലെ കമ്മിറ്റികളിവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ കമ്മിറ്റി അംഗങ്ങളും പേരിലുണ്ടായിരുന്നു, പ്രവർത്തിക്കാൻ ആ ഏതാനും പേരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഈ കൈക്കാരന്മാർക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ വ്യക്തിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീടുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള എന്റെ 2 സഹോദരർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി രാവും പകലുമെന്ന പോലെ ഓടിക്കൊണ്ടുവരുന്ന 2 പേര്. എല്ലാ ദിവസവും ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിയുന്നത്. ഒരു മടുപ്പും കൂടാതെ എല്ലാ ദിവസവും ഇവിടെ വന്ന് പ്രവർത്തിച്ച് തോരണം കെട്ടാനും ബാക്കി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ടിരുന്ന ശ്രീ കുട്ടിച്ചൻ കരുമനാഥവും സിജു അരിമറ്റത്തിനും ഇന്നലെ നമ്മോടൊപ്പം ആ യാത്രയിൽ മുന്നിൽ നിന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. ഒരുപക്ഷെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു രക്തസാക്ഷികളെ പോലെ അവർ മാറിയിരിക്കുന്നു. അവർ നമുക്ക് വേണ്ടി രക്തം ചിന്തിയിരിക്കുന്നു. അവരുടെ ആ പ്രയത്നത്തെ നമുക്ക് കുറച്ചു കാണാൻ പറ്റില്ല. അവർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എന്റെ വ്യക്തിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ സംഘടനാ നേതാക്കൾ പ്രവർത്തനത്തിൽ നേതാക്കൾ അല്ലെങ്കിലും ഈ സോണൽ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇടവകയുടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഓടി സമയം കണ്ടെത്തി ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും കടന്നു വന്ന കുറെ പേരുണ്ട്. അവരുടെ പേര് ഞാൻ ഓരോരുത്തരുടെ പറയുന്നില്ല. അവരുടെ പേര് പുറത്തു വരാൻ ആഗ്രഹിക്കാതെ ഇടവകയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് തുല്യം പ്രതിഫലമൊന്നും വെച്ചിക്കാതെ അവരെന്നും രാത്രി 1 മണി വരെയെങ്കിലും ഇവിടെ പ്രവർത്തനമായിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ എന്റെ വ്യക്തിപരമായാലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് ചോദിക്കുന്നു. താങ്ക് യു. സംഭാവനാശീർവാദത്തിനായിട്ട് നമുക്ക് എഴുതിയിരിക്കാം. കർത്താവോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാകുന്നു. നഗരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. എല്ലാ കർത്താവ് ദാസി നിന്റെ വചനം പോലെ എന്തിലാവട്ടെ എന്ന് പറഞ്ഞു അറിയമേ സൃഷ്ടി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞു അറിയമേ സൃഷ്ടി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. ഈശോമിശിഹാ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാൻ ശ്രമിച്ച മലയാള സന്ദേശത്താൽ ഞങ്ങളുടെ മകനായ ഈശോമിശിഹായുടെ മനുഷ്യാവതാരവാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും ക്രിസ്തുവിന്റെ മുഖേന ഉയർപ്പിന്റെ മഹിമയാൽ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ ഈശോമിശിഹാ വഴി അങ്ങയുടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. വൈകുന്നേരം 4 മണിക്ക് ജപമാലയിൽ